അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹധനീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കലനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ആഴ്ചകളിലും വ്യത്യസ്തമായ വിഷയങ്ങൾ, പഠനാർഹമായ സംസാരങ്ങൾ നമ്മുടെ ഈ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് നടക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നും അത്തരത്തിൽ നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതുമായ ഒരു വലിയ ചരിത്ര സംഭവത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. നമ്മുടെ റമദാനിൻ്റെ 10 ദിവസങ്ങൾ കഴിഞ്ഞ് 11ാമത്തെ ദിവസത്തിലേല പ്രവേശിച്ചിട്ടുള്ളത്. ഈ ഒരു സമയം നമ്മളൊന്ന് സ്വയം പരിശോധിക്കുക. റമദാനിൻ്റെ 10 ദിനങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ റമദാനിൻ്റെ 1/3 അവസാനിച്ചു എന്നാണല്ലോ. 3 ഭാഗങ്ങളാണ് റമദാനിലുള്ളതെങ്കിൽ അതിലെ ഒരു ഭാഗം കഴിഞ്ഞു, 2ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചു. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ 10 ദിവസങ്ങളും കൃത്യമായി നോമ്പെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഒരു പക്ഷേ തറാവീഹിൻ്റെ വിഷയത്തിലും ആ ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും നമ്മൾ പാലിച്ചിട്ടുണ്ടാകും. അള്ളാഹു അതും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ 2 പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് റമദാനിൽ വേറെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. ഒരു പക്ഷേ നമ്മുടെ ജമാഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സുന്നത്ത് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വിശുദ്ധ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ദിക്റുകൾ ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് നന്മകൾ ഈ റമദാനിലും അല്ലാത്ത മാസങ്ങളിലും ചെയ്യേണ്ട കാര്യം, പ്രത്യേകിച്ച് റമദാനിൽ കൂടുതലായി ചെയ്യേണ്ട കാര്യം എവിടെ എത്തി നിൽക്കുന്നു? ഒരു പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയത് 10 ജുസ് ഓതി തീർക്കേണ്ട സമയം കഴിഞ്ഞു, മിനിമം. അല്ല, അതിൽ കൂടുതൽ നിർവഹിക്കുന്നവരാണെങ്കിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ ധാരാളം നന്മകൾ ചെയ്യേണ്ട ആളാണെങ്കിൽ ഇന്നത്തേക്ക് 20 ഖത്തം തീർക്കേണ്ട സമയമായിട്ടുണ്ട്. 20 ഖത്തം. ഞാൻ പറയുമ്പോൾ എനിക്ക് തെറ്റിക്കല്ല, വാക്ക് മാറിയതല്ല. ഒരു ദിവസം 2 ഖത്തമാണ് തീർത്തിരുന്നതെന്ന്. 2 പേജല്ല,
2 ജുസ് അല്ല, 2 തവണ ഖുർആൻ മുഴുവനായി ഓതി തീർത്തിരുന്നു പ്രഗൽഭ പണ്ഡിതനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അത് കേവലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ മുൻഗാമികളായ ഇമാമുമാരുടെയും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെയൊക്കെ ചരിത്രത്തിൽ അങ്ങനെയാണ്. സ്വഹാബത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ്, ധാരാളമായിട്ട് ഓതരായിരുന്നു. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, ഇന്നിപ്പോൾ 11ാമത്തെ ദിവസത്തിൽ ഒരു 11 ഖത്തം തീർത്തോ, അതല്ല 11 ജുസ് തീർത്തോ, അതല്ലെങ്കിൽ ഒരു 11 പേജെങ്കിലും മറിച്ച് നോക്കാം. അതില്ലെങ്കിൽ പിന്നെ ഈ റമദാൻ കൊണ്ടൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഒരു മാറ്റമല്ല, നമ്മളിങ്ങനെ വരുന്നു, കേട്ടു പോണു. അല്ലെങ്കിൽ നോമ്പാണ്, ആ നോമ്പ് ഞാൻ എടുക്കുന്നുണ്ട്, എല്ലാവരും നോമ്പ് എടുക്കണം, അപ്പം ഞാനും എടുക്കും. എല്ലാവരും തറാവീന് കണ്ടിട്ടില്ലെങ്കിൽ ചോദിക്കും, സുബൈക്ക് കണ്ടിട്ടില്ലെങ്കിലും ആൾക്കാർ ചോദിക്കൂല, തറാവീന് കണ്ടിട്ടില്ലേ ചോദിക്കും, എന്തെങ്കിലും തറാവീന് കണ്ടിട്ടില്ലല്ലോ. അല്ല, ആ ചോദ്യം പേടിച്ചുകൊണ്ട് തറാവീന് പോകുന്നവരുണ്ടാകാം. നോമ്പ് ഇല്ലേ എന്ന് മക്കൾ ചോദിക്കുമെന്ന പേടിയുള്ളത് കൊണ്ട് നോമ്പെടുക്കുന്നവരുണ്ടാവാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പാരായണത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? ദിക്റുകളുടെ വിഷയം, ഏറ്റവും കൂടുതൽ ദിക്റുകൾ ചൊല്ലേണ്ട സമയമാണത്. അതിന് ഓരോ 10കളിലും പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിലും എത്ര ദിക്റ് വേണമെങ്കിലും നമുക്ക് ചൊല്ലാം, ഏത് ദിക്റ് വേണമെങ്കിലും നമുക്ക് ചൊല്ലാം. പക്ഷെ നമ്മളെവിടെ എത്തി? ഏറ്റവും ചുരുങ്ങിയത് സുബ്ഹ് നമസ്കാരത്തിന് ശേഷം ചൊല്ലാൻ വേണ്ടി പറഞ്ഞ അദ്കാറുകളുണ്ട്. സുബ്ഹ് നമസ്കാരത്തിന് ശേഷം അത് നമ്മൾ ചൊല്ലിയോ? വേണ്ട, സുബ്ഹ് കഴിഞ്ഞ് പ്രഭാതത്തിൽ ചൊല്ലേണ്ടതായ ദിക്റുകളുണ്ട്, ആ ദിക്റുകൾ എത്ര ചൊല്ലി? ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ചൊല്ലാറുണ്ട്. പക്ഷേ ഇന്ന് ഞായറാഴ്ചയല്ലേ, ഒന്ന് സുബൈ കഴിഞ്ഞപ്പോൾ കുറച്ചേരം ഒന്ന് കിടക്കാം, 10 മണിക്കല്ലേ പരിപാടി, അപ്പോൾ കുറച്ചേരം ഒന്ന് കിടക്കാം. അങ്ങനെ കിടന്നുപോയി, ദിക്റുകൾ ഒഴിവാക്കി, സ്വലാത്തുകൾ ഒഴിവാക്കി, ദുആകൾ ഒഴിവാക്കി, ഇങ്ങനെ ബാക്കിലേക്ക് പോകുന്ന അവസ്ഥയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ നമുക്ക് ഉപകാരപ്പെടുത്തിയിട്ടില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാൻ എന്നുള്ളത് കേവലം ഒരു നമസ്കാരത്തിനോ അല്ലെങ്കിൽ തറാവീഹിനോ അല്ലെങ്കിൽ നോമ്പിനോ മാത്രമുള്ളതല്ല, മറിച്ച് എല്ലാ അർത്ഥത്തിലും എന്തെല്ലാം നന്മകൾ ചെയ്യാനുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യണം. നമുക്ക് പറയാൻ പറ്റണം, ഈ ഒരു റമദാൻ മുതലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ജമാഅത്ത് നമസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയത്. ഈ ഒരു റമദാൻ കൊണ്ട് എൻ്റെ ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ഒരു റമദാനിൽ ഇന്ന സുന്നത്ത് നമസ്കാരങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെ, റവാത്തിബ് നമസ്കാരങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ല, ഒരുപാട് നമ്മൾ കേട്ടതാണ്. ഫർള് നമസ്കാരത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, സുബഹിൻ്റെ മുമ്പ് 2 റക്അത്ത്, ളുഹറിൻ്റെ മുമ്പ് 4 റക്അത്ത്, ളുഹറിൻ്റെ ശേഷം 2 റക്അത്ത്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇശായിന് ശേഷം 2 റക്അത്ത്. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ കൂടി നിസ്കരിക്കണം. ആകെ എല്ലാം കൂടി നിസ്കരിക്കാൻ ഒരു 10-15 മിനിറ്റ് വേണ്ടി വരും, എല്ലാം കൂടി നിസ്കരിക്കാൻ വേണ്ടി. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളത് തീരുമാനിക്കണം, നമ്മുടെ ജീവിതത്തിൽ അതിനൊരു ഗൗരവം കൊടുക്കണം. ഇത്രയും ആമുഖമായിട്ട് പറയാനുള്ള കാരണം, കേവലം ഒരു ബദറിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില ചോദ്യങ്ങൾ നമ്മളെ മറന്നു പോകും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ, ഈ റമദാൻ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വയം പരിശോധിക്കണം. നോമ്പിൻ്റെ വിഷയത്തിലല്ല, കാരണം നോമ്പ് ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം നോമ്പുണ്ട് എന്നുള്ളത്. തറാവി നിസ്കരിക്കണം എന്നുള്ളത് ആയത്തും ഹദീസും വെച്ച് പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം അതിൻ്റെ ഗൗരവം. എന്നാൽ സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മളോട് പറയേണ്ടതുണ്ട്, ജമാഅത്തിൻ്റെ പ്രാധാന്യം നമ്മൾ അറിയേണ്ടതുണ്ട്, സ്വലാത്തിൻ്റെ ഗൗരവം നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ദിക്റുകൾ ധാരാളമായി നിർവഹിക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെങ്കിലും ഖുർആൻ പാരായണത്തിന് ശ്രദ്ധ കൊടുത്ത് ഈ പറയപ്പെട്ട ഓരോ പുണ്യങ്ങളും അതെൻ്റെ ജീവിതത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്നെ ഏൽപ്പിക്കപ്പെട്ട വിഷയം ബദർ നൽകുന്ന പാഠം എന്നുള്ളതാണ്. ഒരു പക്ഷേ
റമദാനിൽ നമ്മൾ നോമ്പിൻ്റെ പുണ്യങ്ങൾ വിശദീകരിക്കുമ്പോൾ, അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ, സക്കാത്തിനെ കുറിച്ചൊക്കെ പലപ്പോഴും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ബദർ മാത്രമല്ല റമദാനിൽ നടന്നിട്ടുള്ളത്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട മക്ക വിജയം നടന്നിട്ടുള്ളതും റമദാനിലാണ്. ഹുനൈൻ യുദ്ധം നടന്നത് റമദാനിലാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എന്തുകൊണ്ട് ബദറിന് പ്രാധാന്യം? ബദർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ശരിക്കും. ബദർ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പേര് വന്നിട്ടുള്ളത്. ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പേരിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ സ്ഥലത്തിന് പേര് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ചില ആളുകൾ പറഞ്ഞു, ആ ഒരു ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കിണറുണ്ടായിരുന്നു. നല്ല വട്ട കിണറായതുകൊണ്ട് ആ ഒരു കിണറിൻ്റെ പേരാണത് എന്ന നിലക്ക് വിശദീകരിച്ചവരുമുണ്ട്. എന്തായിരുന്നാലും ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചരിത്രങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് ചെറിയ രൂപത്തിലെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ 40ാമത്തെ വയസ്സിലാണ് നുബുവത്ത് കിട്ടുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പിന്നെ ഒരു ചെറിയൊരു കാര്യം ഞാൻ ആദ്യമേ നിങ്ങളോടൊരു അനുവാദം ചോദിക്കണം. നിങ്ങൾ സമ്മതിച്ചാൽ മാത്രം നമുക്ക് പാലിക്കാം. എന്തായിരിക്കും എന്ന് ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇത് നോമ്പെടുത്ത് ക്ഷീണിച്ചിട്ടാണ് നമ്മൾ. ഒരു പക്ഷേ രാവിലെ ഉറക്കം കിട്ടാത്തവരും ഉണ്ടാകും. അപ്പോൾ എങ്ങാനും നിങ്ങൾക്ക് ഉറക്കം വരികയാണെങ്കിൽ ഞങ്ങളെ വിളിക്കട്ടെ. അല്ല അതല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോകും, നല്ല ക്ലാസ് ആയിരുന്നു, എനിക്കൊന്നും ഞാൻ ഒന്നും കേട്ടിട്ടില്ല, അതുകൊണ്ട് കാര്യമില്ലല്ലോ അല്ലേ? അപ്പോൾ വിളിച്ചൂടെ? നിങ്ങൾ പറഞ്ഞാൽ മാത്രം വിളിക്കും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഏകദേശം അത്യാവശ്യം കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നു, നിങ്ങളിങ്ങനെ ഉഷാറായി ഉറങ്ങി, ഞാൻ എന്നാൽ ശരി അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ വിഷയം പഠിക്കണ്ടേ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? നിങ്ങൾക്ക് പറയാം, എനിക്കത് മനസ്സിലായില്ല, ഒന്നുകൂടി പറയൂ, ഒരു പ്രശ്നമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യുക, പഠിച്ചു പോകാൻ ഉദ്ദേശിക്കണം. ഞാൻ എൻ്റെ പ്രസംഗ വൈഭവം നിങ്ങൾ അറിയിക്കാനല്ല പഠിക്കണേ, നിങ്ങൾ എന്തെങ്കിലും കേട്ടു പോകാനല്ല. ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ബദർ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കേട്ടിട്ടുണ്ട്, ബദറിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും മുസ്ലിങ്ങൾ ജയിച്ചു എന്നല്ലാതെ എന്താ അതിൻ്റെ കാരണം, എങ്ങനെയായിരുന്നു യുദ്ധത്തിൻ്റെ തുടക്കം, അതിൻ്റെ അവസാനം എന്തായി, എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾ വിജയിച്ചു, അതിലെ പാഠങ്ങൾ എന്താണ്, ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു പക്ഷേ ഇന്ന് രാവിലെ തുടങ്ങിയാൽ നോമ്പ് തുറ കഴിഞ്ഞാലും വിഷയം പഠിക്കാണ്ട്, അത്രയും ഒരു സംഭവമാണെന്ത് ബദർ എന്നുള്ളത്. അത് നമ്മൾ ചുരുക്കിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു മണിക്കൂറിലേക്ക് ചുരുക്കണം. അപ്പോൾ അതിൻ്റേതായ കുറവുകൾ ഉണ്ടാകും. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബദർ എന്താണ്, ബദരീങ്ങൾ ആരാണ്, ഇത് വിശദീകരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിനു മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഗുഹയിലിരിക്കുമ്പോഴാണ് ഖുർആൻ കിട്ടിയത്? ഇറാ ഗുഹയിൽ അല്ലേ? ഇറാ ഗുഹയിൽ 2 ചട്ടക്കുള്ളിലായിട്ട് ഇങ്ങനെ കൊടുത്തതാണോ? ആണോ? അല്ല, പിന്നെ ആ വഹി എങ്ങോട്ടാ കിട്ടിയത് നബിക്ക്? ഹൃദയത്തിലേക്കാണ്. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? മറ്റു വേദഗ്രന്ഥങ്ങളൊക്കെ 2 ചട്ടക്കുള്ളിലേക്ക് മാറ്റി, അല്ലെങ്കിൽ 2 പലകക്കുള്ളിലേക്ക് മാറ്റി അതിങ്ങനെ നേർക്ക് നേരെ കൊടുത്തതാണ്. എന്നാൽ ഖുർആൻ എന്നുള്ളത് ഹൃദയത്തിലേക്കാണ് കൊടുക്കുന്നത്, മനസ്സിലേക്കാണ് കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതപ്പെട്ടതായിട്ടല്ല, മറിച്ച് മനപ്പാഠമാക്കാനാണ് കൊടുക്കുന്നത്. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ അവതരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പ്രവാചകനായിട്ട് തെരഞ്ഞെടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം തുടങ്ങി. ആദ്യം പറഞ്ഞത് തൻ്റെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹയോട്. ഖദീജ റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചു. പിന്നെ ഏറ്റവും തൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചു. എന്നാൽ പിന്നെ പലരോട് പറഞ്ഞപ്പോഴും ചിലരൊക്കെ സ്വീകരിച്ചു, ചിലരൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചു. തുടക്കത്തിൽ രഹസ്യമായ പ്രബോധനങ്ങളായിരുന്നു ആദ്യത്തെ 3 കൊല്ലം.
രഹസ്യമായിട്ട് നബി ഇങ്ങനെ ഓരോരുത്തരെയും സ്വകാര്യമായി പോയി കാണും, ഞാൻ അള്ളാഹിൻ്റെ പ്രവാചകനാണെന്നൊക്കെ പറയും. പിന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന വരികയാണ്, വഅൻദിർ അശീറത്തുക്കും ലഖറബീൻ, പ്രവാചകരെ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരോട്, നിങ്ങളുമായിട്ട് ഏറ്റവും അടുപ്പമുള്ളവരോട് താക്കീത് ചെയ്യണം. ഈ ഒരായത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ സഫാ കുന്നിൻ്റെ മുകളിലേക്ക് കയറി. നിങ്ങൾ ഉംറക്ക് പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും സഫ ഏതാണെന്ന്. ആ ഒരു കഅബയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മലയാണ്. ആ മലയുടെ മുകളിലേക്ക് നബി കയറി. ഇപ്പോഴുള്ള സൗകര്യം അതിനേക്കാൾ വലിപ്പമുണ്ടായിരുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറിയിട്ട് തൻ്റെ കുടുംബത്തിലെല്ലാവരെയും വിളിച്ചു. അമ്മായിനി, എളാപ്പാനി, മൂത്താപ്പാനി എല്ലാവരും വിളിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രഖ്യാപിക്കണം. വലിയ ചരിത്രമാണ്, ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ള, തെരഞ്ഞെടുത്തിട്ടുള്ള പ്രവാചകനാണ്. ഇത് പറഞ്ഞപ്പോൾ എന്താ ചെയ്തേ? സ്വീകരിച്ചോ? ഇല്ല. അവരുടെ കൂട്ടത്തിൽ പ്രവാചകന്റെ സ്വന്തം പിതൃവ്യൻ, വാപ്പാന്റെ സഹോദരനായിരുന്ന അബൂലഹബ്, ആ അബൂലഹബിനെ കൈകൊണ്ട് കൊടുത്തു. തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതന, മുഹമ്മദ് നിനക്ക് നാശം, നീ ഇതിനു വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചു കൂട്ടിയത്. ഇതാ നമുക്ക് പറയാനുള്ളത്. അവിടെ നിന്നിട്ട് തുടങ്ങുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം. പരസ്യ പ്രബോധനവും തുടങ്ങി, പരസ്യമായിട്ടുള്ള എതിർപ്പുകളും തുടങ്ങി ശത്രുക്കളുടെ. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തന്നെ നിന്നു. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. തൻ്റെ 53-ാമത്തെ വയസ്സുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തന്നെ പ്രബോധനവുമായിട്ടിറങ്ങി. എന്നാൽ തൻ്റെ 50-ാമത്തെ വയസ്സായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് പുറമെയുള്ള നാടുകളിലേക്കും പോകാൻ തുടങ്ങി. അതിൽപ്പെട്ടതായിരുന്നു ത്വായിഫിലേക്കുള്ള യാത്ര. അതിൽപ്പെട്ടതായിരുന്നു മക്കയിൽ ഉംറ നിർവഹിക്കാനും മറ്റുമൊക്കെയായി വന്ന യസ്രിബുകാരായ ആളുകൾ. യസ്രിബ്, ആ പേര് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. മദീനയുടെ പഴയ പേരാണ് യസ്രിബ്. മദീനയുടെ പഴയ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോഴാണ് മദീന എന്നുള്ള പേര് കിട്ടിയത്. മദീനയുടെ മുഴുവൻ പേരെന്താ? എന്താണ് മദീനയുടെ മുഴുവൻ പേരെന്താ? മദീനത്തുർ റസൂൽ. മദീനത്തുർ റസൂൽ, റസൂലിൻ്റെ പട്ടണം, പ്രവാചകന്റെ പട്ടണം എന്നുള്ള പേരാണ്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ യസ്രിബുകാരായ ചില ആളുകൾ വന്നു. അവിടെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖബ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരു ഉടമ്പടി നടത്തി, ഒരു കരാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവരെന്ത് ചെയ്തു? ദീന് സ്വീകരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് എന്താ കിട്ടുക? അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗം കിട്ടും, സ്വർഗം കിട്ടും. അവർ സമ്മതിച്ചു. സ്വർഗം ഉണ്ടോ? എന്നാൽ ഞങ്ങൾ റെഡി. കുറച്ചാളുകൾ മാത്രമാണ് ആദ്യത്തിലുണ്ടായിരുന്നത്. പിന്നെ അവർ തിരിച്ച് നാട്ടിലേക്ക് പോയി. അടുത്ത വർഷം വീണ്ടും ആളുകൾ വന്നു. അന്നുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടിയായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ അഖബ ഉടമ്പടി. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ദീന് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അവർ ഇസ്ലാം സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് എന്താ ഉണ്ടാകാമെന്ന് വെച്ചു. നിങ്ങൾക്ക് സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞു. അവരും സ്വർഗം സ്വീകരിക്കാൻ റെഡിയായി. അവരും ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് തൻ്റെ ഒരു അംബാസഡറായിട്ട് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. അദ്ദേഹം എല്ലായിടത്തും ദഅവത്ത് നടത്തി. പിന്നീടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. ഇതിനിടയിലൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എല്ലാം കൂടി വിശദീകരിക്കുകയാണെങ്കിൽ ബദർക്ക് എത്തൂല നമ്മൾ. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞു പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെത്തി. സ്വസ്ഥമായി സമാധാനപൂർണമായിട്ട് ഒരു ഇസ്ലാമികമായ ജീവിതം കാഴ്ചവെക്കണം എന്നുള്ളതായിരുന്നു മദീനയിലേക്കുള്ള യാത്ര കൊണ്ട് ഉദ്ദേശം. കാരണം ഇവിടെ അവരുടെ സമ്പത്ത് മക്കത്തുള്ളത്, കുടുംബം മക്കത്തുള്ളത്, പരിചയക്കാർ മക്കത്തുള്ളത്. പക്ഷേ അവർക്ക് അതിനേക്കാളെല്ലാം പ്രധാനം ദീനാണ്. എൻ്റെ കുടുംബം ഇവിടെ ഉണ്ട്, പക്ഷേ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റൂലേ, എന്നാൽ ഞാൻ കുടുംബത്തെ വിട്ടുപോകണം. എൻ്റെ സമ്പത്ത് ഇവിടെ ഉണ്ട്, പക്ഷേ അള്ളാഹ് പറയാണ് ഇവിടുന്ന് പോയിക്കോളി, എന്നാൽ പോകാൻ റെഡിയാണ്. അങ്ങനെ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നു. മദീനയിലേക്ക് വരാനുള്ള ഉദ്ദേശം സ്വസ്ഥമായി സമാധാനപൂർണ്ണമായി ജീവിക്കണം. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. രണ്ടാമത്തെ വർഷമായി. അപ്പോഴാണ് മക്കയിൽ മുസ്ലിമീങ്ങൾ വിട്ടേച്ചു പോയ സമ്പത്ത് സ്വരുക്കൂട്ടി ആ സമ്പത്ത് മുടുക്കൻ ഉപയോഗപ്പെടുത്തി മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കണം എന്നുള്ളത് മക്കക്കാർ തീരുമാനിക്കണം. പറഞ്ഞത് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു.
മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും എല്ലാം വിട്ടയച്ചുകൊണ്ട് മദീനത്തേക്ക് വന്നു. അപ്പം നബിയുടെ വീടുണ്ട് അവിടെ, സ്വഹാബത്തിൻ്റെ വീടുകളുണ്ട്, അവരുടെ കൃഷിസ്ഥലങ്ങളുണ്ട്, അവരുടെ കച്ചവട സ്ഥാപനങ്ങളുണ്ട്, അവരുടേതായിട്ട് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ എവിടെയുള്ളേ? മക്കത്താണ്. അത് മുഴുക്കവർ സ്വരുക്കൂട്ടി. എന്നിട്ട് അബൂ സുഫിയാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മക്കയിലെ പ്രമാണിമാരിൽപ്പെട്ട ഒരാളാണ്. അങ്ങനെയുള്ള അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു 40 അംഗ കച്ചവട സംഘത്തെ അവർ സിറിയയിലേക്ക് പറഞ്ഞയക്കണം. എന്തിനു വേണ്ടി? കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കണം. എന്നിട്ട് ആ ലാഭവും ഇപ്പോഴുള്ള മുതലും എല്ലാം ചേർത്ത് വലിയ ഒരു സൈന്യമാക്കിക്കൊണ്ട് മദീന ആക്രമിക്കണം. ഞാൻ പറയണ മനസ്സിലാവുണ്ടോ? ക്ലിയറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയുള്ളേ? മദീനത്താണ്. സ്വസ്ഥമായി അവർ മദീനത്ത് ജീവിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ ആ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കണം, മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യണം. അവർ മക്കത്തും ജീവിക്കണ്ട, മദീനത്തും ജീവിക്കണ്ട. ഈ നിലക്ക് മുസ്ലിമിൻ്റെ എല്ലാ സമ്പത്തും എടുത്തുകൊണ്ട്, അവർ വിട്ടേച്ചു പോയ മുഴുവൻ സമ്പത്തും എടുത്തുകൊണ്ട് ഒരു യുദ്ധസന്നാഹത്തിലേക്കാണ് അബൂ സുഫിയാൻ സന്നദ്ധമാകുന്നത്. ആദ്യം കച്ചവട സംഘമായിട്ടാണ് പോണത്. അത് തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും? ഒരു യുദ്ധത്തിന് റെഡിയാക്കും. സ്വാഭാവികമായിട്ടും അവിടെ മുസ്ലിം എന്ത് ചെയ്യും? അതാണ് ശരിക്ക് ബദർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം കിട്ടുകയാണ്, അബൂ സുഫിയാനും കൂട്ടരും വരുന്നുണ്ട്, അത് നിങ്ങളെ സമ്പത്താണ്, നിങ്ങൾ തിരിച്ചെടുത്തോളി, അത് നിങ്ങൾ തിരിച്ചു വാങ്ങിക്കോളി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. നേരെ ശ്രദ്ധിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ള മുഴുവൻ ആളുകളും ഇറങ്ങണം പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ആരും നിർബന്ധിച്ചില്ല. താല്പര്യമുള്ളവരൊക്കെ പോകുന്നോളിന്നാണ്. ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, അവിടെ അവരെ വീട്ടിൽ എന്തിപ്പോൾ ചെറിയൊരു പരിപാടിയല്ലേ, ഒരു 10-40 ആളല്ലേ ഉള്ളൂ. എന്നാൽ ചില ആളുകൾക്കൊക്കെ ഇത് കിട്ടിയൊരവസരം, നമുക്ക് എന്തായാലും പ്രവാചകന്റെ കൂടെ ഒന്നാമത്തെ ഒരു യുദ്ധത്തിന് ഇറങ്ങാൻ പറ്റില്ലേ. അത് യുദ്ധം എന്നല്ല, ഈ ഒരു കച്ചവട സംഘത്തെ തടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 300 ചില്ലാനം വരുന്ന ആളുകൾ ഇറങ്ങി. 300 ചില്ലാനം വരുന്ന ആളുകൾ. അവരുടെ കയ്യിലുള്ള സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. മുനയൊടിഞ്ഞ കുന്തങ്ങളുള്ളത്, മൂർച്ചയില്ലാത്ത വാളുകളുള്ളത്, എല്ലാവർക്കുമുള്ള പടയങ്കിയൊന്നുമില്ല, എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളുമില്ല. എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. അവരിറങ്ങി. അവരുടെ കൂട്ടത്തിൽ ആകെ 2 കുതിരകളുണ്ടായിരുന്നത്. 2 കുതിര, വെറും 2 കുതിര. ഒന്ന് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെയും മറ്റൊന്ന് മിഖ്ദാദ് ബിൻ അൽ അസ്വദ് റളിയല്ലാഹു അൻഹുവിൻ്റെയും. സ്വഹാബത്തിൻ്റെ കയ്യിൽ ആകെ 80 ഒട്ടകം ഉണ്ടായിരുന്നു, വെറും 80 ഒട്ടകം. അതിൽ തന്നെ ഒരു ഒട്ടകത്തിൻ്റെ മുകളിൽ 3 ആൾക്കാർ. 3 ആളെന്നാണ് ഒരുമിച്ച് 3 ആളും കയറുക എന്നുള്ളതല്ല. ചിലപ്പോൾ ഒരാൾ കയറും, 2 ആൾ നടക്കും. ചിലപ്പോൾ 2 ആൾ കയറും, ഒരാൾ നടക്കും, 3 ആളും കൂടി കയറാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലി റളിയല്ലാഹു അൻഹുവും ഒക്കെ കയറിയ ഒട്ടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വേറെ സ്വഹാബി കൂടി, മിർസദ് റളിയല്ലാഹു അൻഹു, ഈ 3 ആളും കൂടി ഒരു ഒട്ടകം. അപ്പോൾ ഇവർ പലപ്പോഴും പറയും, നബിയെ നിങ്ങൾ കയറിക്കോളി, ഞങ്ങൾ നടന്നോളാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുക, നിങ്ങൾ ഇന്നേക്കാൾ വലിയ ശക്തിയുള്ള ആൾക്കാരൊന്നുമല്ല, ഞാനും നടക്കും. നമ്മൾ ഇന്നത്തെ ഉസ്താക്കന്മാരൊക്കെ ആണെങ്കിലോ, നിങ്ങൾക്ക് എന്തുണ്ടോ എന്നുള്ളതല്ല, ഞാൻ എൻ്റെ കാര്യം എന്ത് ചെയ്യണം, അത് കറക്റ്റാകണം. ഞാൻ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടോ, എല്ലാ സംഘടനയിൽപ്പെട്ട ആൾക്കാരെ കാര്യം പറയും. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ഇറങ്ങി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും 300 ചില്ലാനം വരുന്ന ആളുകളും ഇറങ്ങാണ്. എന്തിനു വേണ്ടിയിട്ട് ഇറങ്ങി? എന്തിനാ ഇറങ്ങി? ആരെ തടുക്കാൻ? അബൂ സുഫിയാനെയും കൂട്ടരി തടുക്കാൻ. ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്തിനാണോ, ഇത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ബദർ എന്താണെന്ന് മനസ്സിലാക്കണം. മറ്റേ കുറേ നമ്മൾ ചരിത്രം കേട്ടിട്ടുണ്ടാവും, അതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അബൂ സുഫിയാനെയും കൂട്ടരെയും തടുക്കണം എന്ന ഉദ്ദേശത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇറങ്ങിയത്. അങ്ങനെ അവരെന്ത് ചെയ്തു, ഇവർ സിറിയയിൽ നിന്ന് വരുന്ന ഭാഗത്ത് ഇവരിങ്ങനെ കാത്തു നിന്നു. അപ്പോഴാണ് അബൂ സുഫിയാൻ അറിയുന്നത് മുഹമ്മദും കൂട്ടരും ആ വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ കച്ചവട സംഘത്തെ മുഴുവൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. ഇത് അബൂ സുഫിയാൻ മനസ്സിലാക്കി. അതെങ്ങനെ അബൂ സുഫിയാൻ മനസ്സിലാക്കുക? അവിടെയാണ് നമ്മൾ കുറേ ചരിത്രങ്ങൾ മനസ്സിലാക്കാനുണ്ട്.
കാരണം അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു കച്ചവടക്കാരനല്ല, ഒരു യുദ്ധതന്ത്രജ്ഞനാണ്. ആ നാടിനെ കുറിച്ച് കൃത്യമായി ഒരു കച്ചവട സംഘം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ചല്ല. മുന്നിൽ ഒരാൾ പറഞ്ഞേക്കും അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, വല്ല കൊള്ളക്കാരുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പിന്നിലും ഒരാളുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആളുകളും കാത്തു നിൽക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ അബൂ സുഫിയാൻ തൻ്റെ കച്ചവട സംഘത്തെ ഒരു ഭാഗത്ത് നിർത്തി. എന്നിട്ട് ലംലബ് ഇബ്നു അംറുൽ ഗിഫാരി എന്ന് പറയുന്ന ഒരാളെ മക്കത്തേക്ക് പറഞ്ഞേക്കണം. ഈ ലംലബ് നേരെ മക്കത്ത് വന്ന് തൻ്റെ വാഹനപ്പുറത്തുനിന്ന് ചാടിയിറങ്ങി തൻ്റെ വാഹനത്തിൻ്റെ ഒന്നുകിൽ കുതിരയുടെ അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ കാലുകൾ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ മൂക്ക് ചെത്തി, എന്നിട്ട് തൻ്റെ വസ്ത്രം വലിച്ചു കീറി. എന്തിനാണെന്നറിയോ? ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മെല്ലെ വന്ന് സ്വകാര്യമായിട്ട് പറയല്ല, ഈ ഒരു കാഴ്ച കണ്ടപ്പോഴേക്ക് ആളുകൾ എല്ലാവരും കൂടി അപ്പൊ പറയാണ്, വലിയ ഒരു അപകടമുണ്ട് മക്കക്കാരെ, നിങ്ങൾ എന്താണോ ഇത്ര കാലം പേടിച്ചിരുന്നത് അത് സംഭവിക്കാൻ പോകുകയാണ്. ഇത്ര കാലം നിങ്ങൾ കാത്തിരുന്ന ഒരു വ്യക്തിയില്ലേ മുഹമ്മദ്, ആ മുഹമ്മദ് ഇതാ നിങ്ങളുടെ കച്ചവട സംഘത്തെ മുടുക്കയില്ലാതാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്, വേഗം ഇറങ്ങിക്കൂടി. ഈ കാഴ്ച കൊണ്ട് കണ്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? എല്ലാവരും ആ ഒരു ചോര തിളക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇറങ്ങും. അവരുടെ മുൻപന്തിയിൽ ഇറങ്ങിയ അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒട്ടുമിക്ക ആളുകളും ഇറങ്ങി. അബൂ ലഹബ് മാത്രം ഇറങ്ങിയില്ല. അബൂ ലഹബിന് പകരം അയാളുടെ ഒരു അടിമയെയാണ് പറഞ്ഞയച്ചത്. ഈ ഇറക്കത്ത് കൊണ്ട് തന്നെ ഈ ലംലമിൻ്റെ ഇടപെടൽ കാരണത്താൽ 1300 ആളുകളാണ് ഇറങ്ങിയത്. 1300 ആളുകൾ. ഇവരെല്ലാ ആളുകളും ഇറങ്ങി. മുസ്ലിമീങ്ങളുടെ കയ്യിൽ 2 കുതിരയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ശത്രുക്കളുടെ കയ്യിൽ 100 കുതിരകൾ. മുസ്ലിങ്ങളുടെ കയ്യിൽ 80 ഒട്ടകമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ശത്രുവിൻ്റെ കയ്യിൽ 700-ൽ പരം ഒട്ടകങ്ങൾ. മുസ്ലിമീങ്ങളുടെ അടുക്കൽ 300 ചില്ലാനം വരുന്ന ആളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ശത്രുക്കളുടെ അടുക്കൽ 1300ഓളം ആളുകൾ. അവരിറങ്ങും. എന്തിനു വേണ്ടി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനെതിരെയും നിലകൊള്ളാൻ. അങ്ങനെ ഇവർ മക്കത്ത് നിന്ന് ഇറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇപ്പോൾ എവിടെയുള്ളേ? ഈ കച്ചവട സംഘത്തെ കാത്തു നിൽക്കണം. കച്ചവട സംഘം ആകട്ടെ നേരെ എന്ത് ചെയ്തു? അബൂ സുഫിയാൻ വേഗം മക്കത്തേക്ക് ആളെ പറഞ്ഞയച്ചു. അവിടുന്ന് ആൾ വരികയാണ്. മുസ്ലിമീങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയ അബൂ സുഫിയാൻ കടലിൻ്റെ മാർഗമുണ്ട്, കടലിൻ്റെ ഒരു വഴിയുണ്ട്, കടലിൻ്റെ ഓരത്തുകൂടിയുള്ളൊരു വഴി, അതിലൂടെ എന്ത് ചെയ്തു? മെല്ലെ രക്ഷപ്പെട്ടു. കുറച്ച് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആളുകൾ വന്ന് അറിയിച്ചു കൊടുക്കുകയാണ്, അള്ളാഹിൻ്റെ റസൂലേ, നമ്മൾ ഏതൊരു കച്ചവട സംഘത്തെയാണോ പ്രതീക്ഷിച്ചത് അവർ പോയിട്ടുണ്ട്. പിന്നീട് പ്രവാചകന് അറിവ് കിട്ടി, കച്ചവട സംഘം പോയെങ്കിലും വലിയ ഒരു സൈന്യം നമുക്കെതിരിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അബൂ ജഹലിൻ്റെ നേതൃത്വത്തിൽ 1300ഓളം വരുന്ന ആളുകൾ സർവ്വസന്നാഹങ്ങളുമായി കൊണ്ട്, സർവ്വ ആയുധങ്ങളുമായി കൊണ്ട് അവരിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു സംഭവത്തെയാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയണത്. സ്വഹാബത്തിന് തോന്നി അവരെ മരണത്തിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരപ്പെട്ടതായിട്ട്. അവരെല്ലാവരും വീട്ടിലിരിക്കുകയായിരുന്നു. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൻ്റെ അടുത്തിരുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കണം, നമ്മൾ എന്താ ചെയ്യണ്ടേ? നേരെ ശ്രദ്ധിക്കണം കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ക്വാളിറ്റിയാണ്. നബി എന്ത് പറഞ്ഞാലും ഒരു കേൾക്കാൻ റെഡിയാണ്. പക്ഷേ അവിടെ ഒരു ചോദ്യം ചോദിക്കും. ഒരു നേതാവാകുമ്പോൾ തൻ്റെ അനുയായികളിൽപ്പെട്ട ആളുകളോട് ചോദ്യം ചോദിക്കണം, നമ്മൾ എന്താ ചെയ്യണ്ടേ? ഒരഭിപ്രായം, ഷൂറ കൂടുക എന്നുള്ളത്, ഒരു മീറ്റിംഗ് കൂടുക, ഒറ്റക്കണ്ട് തീരുമാനിക്കുക എന്നുള്ളതല്ല, മീറ്റിംഗ് കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കാരണം സ്വഹാബത്ത് വന്നത് എന്തിനാ? ഈ 40 അംഗ സംഘത്തെ പിടിക്കണം എന്നുള്ള വിചാരിച്ചിട്ടാണ്, അവരുടെ സമ്പത്ത് എടുക്കണം എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വരുന്നതോ 1300ഓളം വരുന്ന ആളുകൾ. അപ്പം എന്ത് ചെയ്യണം? ആദ്യം മുഹാജിറുകളുടെ കൂട്ടത്തിൽ നിന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും, ഞങ്ങൾ എന്തിനും റെഡിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങളുണ്ടാകും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും.
പിന്നെ മുഹാജിറുകളിൽ നിന്ന് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലേ, നിങ്ങൾ ഇറങ്ങിക്കോ. മൂസാ നബി അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിൻ്റെ ആളുകൾ പറഞ്ഞതുപോലെ, മൂസ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളിവിടെ ഇരിക്കാം എന്ന് പറയൂലേ. നിങ്ങൾ ഇറങ്ങിക്കോ, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ആർത്തിരമ്പുന്ന കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞാലും നിങ്ങളുടെ കൂടെ ഞങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്നിട്ടും മുഖം തെളിയണില്ല. എന്താ കാര്യം എന്നറിയോ? അവിടെ ഉള്ളത് മുഹാജിറുകൾ കുറവാണ്, അൻസാറുകളാണ് കൂടുതൽ. മുഹാജിർ, അൻസാർ. മുഹാജിർ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്നും മറ്റുമൊക്കെ മദീനത്തേക്ക് ഹിജറ വന്ന ആളുകൾ, ഹാജറായ ആളുകൾ മുഹാജിർ. മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? ആർക്കും ഒരാൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ലല്ലോ, ഉറപ്പല്ലേ? അപ്പോൾ മുഹാജിർ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ വന്നവരാണ്. അവർ എണ്ണം കുറവാണ്. ആ കൂട്ടത്തിൽ 300 ചില്ലാനം വരുന്ന ആളുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ആരാന്നറിയോ? അൻസാരികളാണ്, അഥവാ മദീനക്കാരാണ്. നബി അവിടെ ചോദിക്കാനൊരു കാരണം കൂടിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ളത് അൻസാരികൾ പറഞ്ഞിട്ടുള്ളത് എവിടെ വെച്ചാ? മദീനയുടെ കാര്യത്തിലാണ്. മദീനത്ത് നബിയെ സംരക്ഷിച്ചു കൊള്ളാന്നാണ്. പക്ഷേ ബദർ എവിടെ? മദീനത്തുനിന്ന് കുറേ കിലോമീറ്റർ അകലെയാണ്. അവിടെ സംരക്ഷിച്ച എന്ന് മദീനക്കാർ പറഞ്ഞിട്ടില്ല, അൻസാരികൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അശീറു അലയ്യ അയ്യുഹന്നാസ്, അല്ല ജനങ്ങളെ, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ? നബി ചൂണ്ടിയതാരെയാ? അൻസാരികളുടെ കാര്യത്തിൽ. അൻസാരികളുടെ കൂട്ടത്തിൽ നിന്നും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. എന്നിട്ട് പറയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങളുടെ കാര്യത്തിലാണോ നിങ്ങൾക്ക് സംശയം? ഒന്നുമില്ലാത്തവരായിരുന്നു ഞങ്ങൾ, ദീനിനെക്കുറിച്ച് ഒന്നും അറിയാത്തവരായിരുന്നു ഞങ്ങൾക്ക് ഈ ദീൻ അറിയിച്ചു തന്ന പ്രവാചകരെ താങ്കളാണ്. ഞങ്ങൾക്ക് ദീനിൻ്റെ കാര്യം അറിയിച്ച് ഏറ്റവും മോശമായൊരു ജീവിതത്തിൽ നിന്ന് ഏറ്റവും ഉത്തമമായൊരു ജീവിതം ഞങ്ങൾക്ക് നൽകിയത് നിങ്ങളാണ്. അങ്ങനെയുള്ള പ്രവാചകരെ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു സംശയത്തിലും വേണ്ട. നിങ്ങൾ ഞങ്ങളെ ബറഖുൽ ഗമാദിലേക്ക് വിളിച്ചാൽ അവിടേക്കും ഞങ്ങൾ വരാറില്ല. ബറഖുൽ ഗമാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലമാണ്, യമനിലുള്ളൊരു സ്ഥലം. ഒരുപാട് ക്ഷുദ്രജീവികളും വിഷജീവികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പൊതുവേ ആളുകൾ പോകാൻ മടിയുള്ളൊരു സ്ഥലം. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയാം, അങ്ങോട്ട് വിളിച്ചാലും ഞങ്ങൾ വരാൻ റെഡിയാണ്. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷമായി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികൾക്ക് വേണ്ടി പ്രത്യേകം ഒരു പ്രാർത്ഥന നടത്തി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇറങ്ങാണ്. എന്തിനു വേണ്ടി? ഈ വരുന്ന 1300ഓളം വരുന്ന ആളുകളെ എതിർക്കാൻ വേണ്ടി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇറങ്ങി ബദറിൻ്റെ ഭാഗത്തെത്തി. ഹിജറ 2-ാം വർഷം റമളാൻ മാസം 16 വ്യാഴാഴ്ച രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെത്താണ്? ബദറിൻ്റെ ഭാഗത്തെത്തി. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലം കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും നമുക്ക് ടെൻറ്റ് ഇവിടെ കെട്ടാം, എല്ലാവരും ഇവിടെ എല്ലാ സാധനങ്ങളും ഇറക്കി വെച്ചോളൂ, ഇവിടെ കിടക്കാറ്. ഉടനെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇങ്ങനെ വരികയാണ്, ഹുബാബ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം വന്നിട്ട് ചോദിക്കണം, അള്ളാഹിൻ്റെ റസൂലേ, നിങ്ങൾ ഇവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞത് വഹയിൻ്റെ അടിസ്ഥാനത്തിലാണോ, അതല്ല നിങ്ങൾ ഒരു സൈനിക തീരുമാനം എന്ന നിലക്ക് പറഞ്ഞാണ്? ആ ചോദ്യം കൃത്യമാണ്. വഹയിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പിന്നെന്തില്ല, ഒരു പ്രശ്നമല്ല, നമ്മൾ റെഡിയാണ്. സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. എന്നാൽ ഒരു യുദ്ധതന്ത്രം എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിട്ട് പറയാണ്, ഈ സ്ഥലത്തെക്കുറിച്ച് അറിയുന്ന ആളാണ് ഞാൻ, ഈ സ്ഥലത്തെക്കുറിച്ച് എനിക്കറിയാം. ഈ സ്ഥലത്തിനേക്കാൾ നല്ലൊരു സ്ഥലം അപ്പുറത്തുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ടെൻറ്റ് കെട്ടാം. കാരണം ഇവിടെ മഴ പെയ്താൽ ചെളി കുടുങ്ങാനും നമുക്ക് കിടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി. നമ്മളങ്ങനെ ആലോചിച്ച് നോക്കണം കേട്ടോ. അവർ ഖുർആനിലാണ് അല്ലെങ്കിൽ വഹിയാണ് എന്ന് പറഞ്ഞാൽ, ഖുർആനാണ് അല്ലെങ്കിൽ ഹദീസാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്തില്ല, എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം കൂടി ഉണ്ട്, ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഈ ഹുബാബ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തേക്ക് തങ്ങളുടെ കിടത്തം മാറ്റി, ടെൻ്റ് അങ്ങോട്ട് കെട്ടി. അവിടെ തൊട്ടടുത്തൊരു കിണറും ഉണ്ടായിരുന്നു. മുസ്ലിമീങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം അവിടെ നിന്ന് എടുത്തു. എല്ലാം റെഡിയായി. കുറച്ച് കഴിഞ്ഞിട്ടാണ് ശത്രുക്കൾ വരുന്നത്.
അവരെ സംബന്ധിച്ചിടത്തോളം നല്ല സ്ഥലം മുസ്ലിമുകൾ കയറിയത് കൊണ്ട് അവർക്ക് സ്ഥലമില്ല, അവർ വേറൊരു ഭാഗത്ത് നിന്ന്. നിങ്ങൾ നോക്കിക്കോട്ടോ, അവിടെ നിന്നാണ് അള്ളാഹിൻ്റെ സഹായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങൾ അവിടെ എത്തി, മുസ്ലിമീങ്ങൾ സ്വസ്ഥമായി വെള്ളമൊക്കെ കുടിച്ചു. അവർക്ക് നല്ല ക്ഷീണമുണ്ട്. ആലോചിച്ച് നോക്കണം, റമദാനിലാണ്. ഇന്ന് നമ്മൾ ഒരു നല്ല AC ഉള്ള വാഹനത്തിൽ പോകുന്നത് പോലെയല്ല. ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ മദീനത്ത് നിന്ന് അവർ ബദറിലേക്ക് വരികയാണ്. ഏകദേശം 80 കിലോമീറ്റർ അല്ലെങ്കിൽ 100 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ട്. അങ്ങോട്ടാണ് അവർ വരുന്നത്. വന്നു, ശത്രുക്കളും എത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേ ദിവസം രാത്രി ധാരാളമായിട്ട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിൻ്റെ സഹായത്തിനു വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഹദീസിൽ കാണാൻ പറ്റും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി. പ്രവാചകൻ്റെ കൈകൾ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിൽ ഒരു ഷോൾ ഉണ്ടായിരുന്നു. ആ ഷാൾ താഴേക്ക് വീഴാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്ന് ആ ഷാൾ വീണ്ടും ഇട്ട് കൊടുക്കും. പ്രവാചകൻ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, സുജൂദിലേക്കും വീണു. ഹദീസിൽ കാണാൻ പറ്റും, ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹിൻ്റെ റസൂലെ മതി, അള്ളാഹ് നമ്മളെ സഹായിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അള്ളാഹ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നബി ഇറങ്ങണത്, അള്ളാഹ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ടും റബ്ബിനോട് വീണ്ടും 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 ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹിൻ്റെ സഹായം ഇറങ്ങി. ഒന്നാമത്തെ സഹായം തരുന്നു എന്നറിയോ? ഒന്നാമത്തെ സഹായം, അന്ന് നല്ലൊരു മഴ പെയ്തു എന്നുള്ളത്. അന്ന് നല്ല ഒരു മഴ പെയ്തു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാക്കി. കാരണം കുറേ യാത്ര കഴിഞ്ഞ് പ്രയാസത്തിലായിരുന്നു അവർക്കൊരു മഴ പെയ്തപ്പോൾ അവരുടെ ശരീരം തണുപ്പിക്കാനും മനസ്സ് കുളിർമയുള്ളതാവാനും ഉറക്കം ക്ലിയറാവാനും പറ്റി. മുസ്ലിമീങ്ങൾക്കതൊരു ഹൈറായിരുന്നെങ്കിൽ ശത്രുക്കളുടെ ഭാഗത്തേക്കാണ് ഈ മഴവെള്ളമെല്ലാം ഒലിച്ചു വരുന്നത്. അവരുടെ ഉറക്കവും നഷ്ടപ്പെട്ടു. അവർക്ക് ഒന്ന് നടക്കാനോ ഇരിക്കാനോ പറ്റാത്തൊരവസ്ഥയിലേക്കെത്തി. അവരുടെ വെള്ളമൊന്നും കിട്ടാത്തൊരവസ്ഥയിലെത്തി. ഒന്നാമത്തെ സഹായമായിരുന്നു. പിന്നെ പിറ്റേ ദിവസമായി. ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ സംഭവങ്ങളുണ്ട്, ഞാൻ എല്ലാം കൂടി വിശദീകരിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലേ ദിവസം തന്നെ, ഈ 16-ൻ്റെ അന്ന് തന്നെ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകളെ ശത്രുക്കളുടെ ഭാഗത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി. ഒരു യുദ്ധതന്ത്രമാണ്. ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ ഇങ്ങോട്ടും വരുന്നുണ്ട്. ആരാണ് ആ ഒരു ചരിത്രം? ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് വന്നത് ആരാന്ന് ചോദിച്ചാൽ ഉമൈർ ഇബ്നു വഹബ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഉമൈർ ഇബ്നു വഹബ് പിന്നെ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങളുടെ പക്ഷത്ത് നിന്ന് പോയ ആൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഇത്ര ഒട്ടകം അവർ ദിവസേന അറുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി ഏകദേശം ഇത്രത്തോളം ആളുകളുണ്ട്. ഇവിടെ സാന്ദർഭികമായി ഒരു ചരിത്രം കൂടി ഓർമ്മപ്പെടുത്താം. അവർ 1300ഓളം വരുന്ന ആളുകൾ വന്നു. പക്ഷെ അതിനിടയിൽ അവർ വരുന്ന സമയത്തൊരു സംഭവം ഉണ്ടായി. അബൂജഹലും കൂട്ടരാണ് വരുന്നത്. അബൂജഹലാണ് നേതൃത്വത്തിൽ ഉള്ളത്. അതിനിടയിൽ അവർക്ക് അറിവ് കിട്ടി അബൂ സുഫിയാനും കൂട്ടരും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അബൂ സുഫിയാനും കൂട്ടരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ വാർത്ത കേട്ടതും അക്നസ് ബിൻ ശരീഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളുടെ ഗോത്രത്തിൽപ്പെട്ട ആളുകളുടെ വിഷയത്തിൽ അബൂജഹലിനോട് പറഞ്ഞു, നമ്മൾ ഇറങ്ങിയത് അബൂ സുഫിയാനെ രക്ഷപ്പെടുത്താനാണല്ലോ. അബൂ സുഫിയാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, യുദ്ധത്തിനെന്ന് പറഞ്ഞിട്ട് ഇറങ്ങണ്ട. ഇത് തന്നെയായിരുന്നു പലരുടെയും അഭിപ്രായം. എന്നാൽ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, അയാൾ അവിടുന്ന് ഒരു പ്രഖ്യാപനം നടത്തും, ഇത്ര കാലം നമുക്കൊരു അവസരം കിട്ടിയിട്ടില്ല മുഹമ്മദിനെ കൂട്ടരെ ഇല്ലാതാക്കാൻ. അതുകൊണ്ട് ഈ ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തിയേ പറ്റൂ. അവർ രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ അവിടെ പോയി മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം നടത്തി അവരെ മുഴുവൻ തറ പറ്റിച്ചിട്ടല്ലാതെ നമ്മൾ തിരിച്ചു വരില്ല. എല്ലാവരും പറഞ്ഞു. അക്നസ് ബിൻ ശരീഖ് പറഞ്ഞു, ഞാനും എൻ്റെ കൂടെയുള്ള ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരും ഇറങ്ങാം, ഞങ്ങളില്ല. ഒരു 300 ചില്ലാനം വരുന്ന ആൾക്കാർ തിരിച്ചു. പിന്നെ ബാക്കിയുള്ളത് 1000 ആൾക്കാർ. ഞാൻ പറയണ മനസ്സിലാവില്ല, ആ ചരിത്രം മനസ്സിലാവുണ്ടല്ലോ. ബാക്കിയുള്ള അബൂജഹൽ 1000ഓളം വരുന്ന ആളുകളുമായിട്ടാണ് വരുന്നത്. അങ്ങനെ ഈ ആളുകളുടെ എണ്ണം മനസ്സിലായി. എന്നാൽ ഇവിടെ മുസ്ലിമീങ്ങളുടെ ഭാഗത്തേക്ക് വന്ന ഉമൈർ ഇബ്നു വഹബ് പിന്നെ ശത്രുക്കളുടെ ഭാഗത്തേക്ക് ചെല്ലുകയാണ്. ചരിത്രത്തിൽ കാണാൻ പറ്റും, ഈ ഉമൈർ വരുന്നത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ശത്രുക്കൾ. ഉമൈർ ഇബ്നു വഹബ് വരുന്നത് ഇങ്ങനെ കാത്തു നിൽക്കുക. അയാൾ വന്നത് എല്ലാവരും കൂട്ടം കൂടി ഇങ്ങനെ നിന്നു.
എന്നിട്ട് ചോദിക്കണം ഒരെത്ര ആൾക്കാരുണ്ട്, അവരുടെ കയ്യിൽ എന്തെല്ലാം ആയുധങ്ങളുണ്ട്. ഇതൊക്കെ ചോദിക്കുമ്പോൾ ഉമൈർ ബിൻ വഹബ് പറയാണ്, അവർ വളരെ തുച്ഛമായ ആളുകളാണ്. നമ്മളുടെ മൂന്നിലൊന്നുള്ളൂ, നമ്മുടെ മൂന്നിലൊന്നേ അവരുള്ളൂ. അവരുടെ കയ്യിൽ കാര്യപ്പെട്ട ആയുധങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അവർക്ക് സൗകര്യങ്ങളും കുറവാണ്. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശത്രുക്കൾക്ക് വലിയ സമാധാനമായി. അവരിങ്ങനെ പരസ്പരം ഇങ്ങനെ സന്തോഷിക്കാൻ തുടങ്ങി. പക്ഷെ അതിന് കഴിഞ്ഞിട്ട് ഉമൈർ ബിൻ വഹബ് പറഞ്ഞൊരു വാചകമുണ്ട്. ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലയിൽ ഒരു ഇടുത്തി വീണതുപോലെയായിരുന്നു ആ വാക്ക്. ഉമൈർ ബിൻ വഹബ് പറഞ്ഞാൽ എന്താണെന്നറിയോ? അവരുടെ എണ്ണത്തിൽ അവർ കുറവാണ്, അവരുടെ ആയുധത്തിൽ അവർ കുറവാണ്. പക്ഷേ മക്കക്കാരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. അവരുടെ കൂട്ടത്തിൽ ഒരാൾ മരിക്കണമെങ്കിൽ നമ്മുടെ കൂട്ടത്തിലെ ഒരാളെ കൊന്നിട്ടല്ലാതെ അവർ മരിക്കൂല. കാരണം അവർ സ്നേഹിക്കുന്നത് പോലെ മുഹമ്മദിനെ ഒരാളും സ്നേഹിക്കൂല. മുഹമ്മദിന് വേണ്ടി ജീവൻ കൊടുക്കാൻ അവർ റെഡിയാണ്. അങ്ങനത്തെ ഒരു ടീമാണ് അവർ. ഇത് പറഞ്ഞതും ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ബേജാറ് വന്നു. പിറ്റേ ദിവസമായി റമദാൻ 17 വെള്ളിയാഴ്ച രാവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നമസ്കാരമൊക്കെ കഴിഞ്ഞിങ്ങനെ ബദറിൻ്റെ ഓരത്തിങ്ങനെ നിന്നു. ഇപ്പുറത്തായിട്ട് ശത്രുക്കൾ നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശങ്ങൾ ഇങ്ങനെ കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. ആ വടി കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ആ ലൈന് ക്ലിയർ ആക്കാൻ വേണ്ടി, ഒരു യുദ്ധത്തിനുള്ള നൃത്തം നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നബി ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് സവാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വയറ് കുറച്ച് മുന്നിലേക്ക് ഇങ്ങനെ നീങ്ങി നിൽക്കണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് മുന്നിലേക്ക് ഇങ്ങനെ നിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ, അദ്ദേഹത്തിൻ്റെ ആ വയറിൽ ഇങ്ങനെ തൻ്റെ കയ്യിലുള്ള വടിയും കൊണ്ട് ഇങ്ങനെ ഒരു കുത്തുകുത്തിയിട്ട് ഒന്ന് ബാക്കിക്ക് നിൽക്കുക എന്ന് പറയില്ലേ, ആ രൂപത്തിൽ ഇങ്ങനെ നിന്നു. അത് ചെയ്തതും സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്കിത് വിഷമുണ്ടാക്കിയിട്ടുണ്ട്, എനിക്കിത് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. എപ്പോഴാണ് പറയുന്നത്? ശത്രുക്കൾ തൊട്ടപ്പുറത്ത് നിൽക്കണം, അപ്പോഴാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞു, എനിക്കും ഇതേപോലെ തിരിച്ച് ചെയ്യണം, എനിക്കും ഇതേപോലെ തിരിച്ച് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കയ്യിലുള്ള വടി സവാദ് റളിയല്ലാഹുവിൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ പോരാ, നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം അഴിക്കണം. ശത്രുക്കൾ അപ്പുറത്ത് സർവ്വസന്നാഹങ്ങളുമായിട്ട് നിൽക്കുമ്പോഴാണ് പറയണത് മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് ഇങ്ങനൊരു തർക്കം നടക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ത്രങ്ങൾ അഴിച്ചു, പ്രവാചകന്റെ മേൽ വസ്ത്രം അഴിച്ചു. ശത്രുക്കൾ ഒരു ഭാഗത്തുണ്ട്. മുസ്ലിമീങ്ങൾക്കാകട്ടെ വല്ലാത്ത വിഷമം. കാരണം പ്രവാചകന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണല്ലോ ഇത് പറയുന്നത്. സവാദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുന്നിലേക്ക് നീങ്ങി. സഹാബിമാരൊക്കെ അവരുടെ കണ്ണുകൾ താഴ്ത്താണ്. കാരണം പ്രവാചകന്റെ ശരീരത്തിൽ ഒരാൾ കൈവെക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയൂല. സവാദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുന്നിലെത്തി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ നെഞ്ചത്തും ശരീരത്തും ഒരുപാട് മുത്തം കൊടുത്തു. എന്നിട്ട് പറയാണ്, അള്ളാഹിൻ്റെ റസൂലേ, നിങ്ങളെ ഞാൻ ഉപദ്രവിക്കും, നിങ്ങളെ ഞാൻ ഉപദ്രവിക്കും. ആ ഒറ്റ വാക്കിൽ നമ്മുടെ മുൻഗാമികളുടെ വാചകങ്ങളുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? പ്രവാചകർ, ഞാനിത് ചെയ്യാനുണ്ടായ കാരണം, ഈ ഒരു യുദ്ധത്തിൽ സവാദ് മരിക്കുകയാണെങ്കിൽ സവാദിന് അള്ളാഹിനോട് പറയാൻ കഴിയണം, ഞാൻ എൻ്റെ ജീവിതത്തിൽ അവസാനമായി എൻ്റെ ശരീരം ചേർത്ത് വെച്ചിട്ടുള്ളത് എൻ്റെ പ്രവാചകൻ്റെ ശരീരത്തിലേക്കാണ്, ഞാൻ അവസാനമായി മുത്തം കൊടുത്തത് പ്രവാചകൻ്റെ ശരീരത്തിലാണ് എന്ന് എൻ്റെ റബ്ബിനോട് എനിക്ക് പറയാം. ഇതായിരുന്നു സവാദ് റളിയല്ലാഹു അൻഹു. ഏതായിരുന്നാലും ആ ഒരു സംഭവം കഴിഞ്ഞു. തുടക്കത്തിൽ തന്നെ ഒരു വലിയ യുദ്ധമല്ലായിരുന്നു, ദ്വന്ദ്വയുദ്ധമാണ് ഉണ്ടാക്കുന്നത്. ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് 3 ആളുകൾ ഇറങ്ങി. ആ സമയത്ത് മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പേരോട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങിയത് വലീദും ഉത്തുബയും ഷൈബയുമായിരുന്നു. ഉത്തുബ, ഷൈബ, വലീദ് 3 പ്രധാനപ്പെട്ട അവരുടെ നേതാക്കന്മാരാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോൾ മദീനക്കാരായ അൻസാരികളായ 3 സ്വഹാബിമാർ, അബ്ദുല്ലാഹ് ഇബ്നു റവാഹ,
മുഅവ്വദ് ബിൻ അഫ്ര, ഔഫ് ബിൻ മാലിക്, ഈ 3 സ്വഹാബിമാരിറങ്ങി. ഇവരിറങ്ങിയപ്പോൾ ശത്രുക്കൾ അവിടുന്ന് വിളിച്ചു വയ്ക്കണം, മക്കക്കാർ വിളിച്ചു വയ്ക്കണം, നിങ്ങളും നമ്മളും തമ്മിൽ എന്താ പ്രശ്നം? നിങ്ങളുമായിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങൾ തിരിച്ചു പോ. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ട ആളുകളുണ്ട്, അവരെ ഞങ്ങൾക്ക് വേണ്ടി. എന്നിട്ട് വിളിച്ചു പറയാണ്, മുഹമ്മദ് നിന്റെ രക്തത്തിലുള്ളവരെ പറഞ്ഞേക്ക്, അതാണ് ഞങ്ങൾക്കുള്ള ആവശ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 അൻസാരികളെയും തിരിച്ചു വിളിച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയാണ്, യാ ഹംസ, യാ അലി, യാ ഉതൈബ. ഈ 3 സ്വഹാബിമാർ ആരൊക്കെയാണ്? ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ നബിൻ്റെ സ്വന്തം എളാപ്പ. പ്രവാചകനും ഹംസ റളിയല്ലാഹു അൻഹും ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. അലി എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ പിതൃവന്റെ മകൻ. ഉതൈബ പിന്നെ മറ്റേ സ്വഹാബി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു അമ്മായിൻ്റെ മകൻ. ഈ 3 പേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് അങ്ങേയറ്റം ബന്ധമുണ്ടായിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ 3 പേരും ഇടപെട്ടു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, അലി വലീദിനെ നേരിട്ടു, ഉബൈദ ഉത്തുബയെ നേരിട്ടു, ഹംസ ഷൈബയെ നേരിട്ടു. അലി റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും ഒരൊറ്റ തവണ കൊണ്ട് തന്നെ തങ്ങളുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തി. എന്നാൽ ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, നബിയുടെ മറ്റൊരു മൂത്താപ്പാൻ്റെ മോൻ, അമ്മായിൻ്റെ അല്ല മൂത്താപ്പാൻ്റെ മോൻ, ഈ ഉബൈദയെ അദ്ദേഹത്തിൻ്റെ ശത്രുവായിരുന്ന ഉത്തുബ ഒരു വെട്ടി. അത് തൊടയുടെ ഭാഗത്തേക്കാണ് കൊണ്ടത്. ആ കാലിങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോയി. അപ്പോഴേക്ക് ഹംസ റളിയല്ലാഹു അൻഹു വന്ന് ഉത്തുബയെ പരാജയപ്പെടുത്തി. 1ാമത്തെ ഘട്ടം ദ്വന്ദ്വയുദ്ധം എന്ന നിലക്കുള്ളത് അവിടെ അവസാനിച്ചു. മുസ്ലിമീങ്ങൾ വിജയിച്ചു ദ്വന്ദ്വയുദ്ധത്തിൽ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വിഭാഗത്തെ ഇങ്ങനെ മുന്നിലേക്ക് നിർത്തുകയാണ്. എന്നിട്ടാണ് ഒരു പ്രകടമായ ഒരു 1ാമത്തെ ഒരു അറ്റാക്ക് എന്ന നിലക്ക് നടക്കുന്നത്. ആ ഒരു നൃത്തം നിൽക്കുന്ന സമയത്തുണ്ടായ ചില സംഭവങ്ങൾ കൂടിയുണ്ട്. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ബദറിൻ്റെ സമയത്ത് ഞാനിങ്ങനെ നോക്കി, എൻ്റെ വലത് ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഒരു കുട്ടിനെയാണ് കണ്ടത്. എൻ്റെ ഇടത് ഭാഗത്തേക്ക് നോക്കിയപ്പോൾ മറ്റൊരു കുട്ടി, മീശ മുളക്കാത്ത 13-14 വയസ്സുള്ള കുട്ടി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു, കുറച്ച് വലിയൊരു മനുഷ്യന്മാരാണെങ്കിൽ നമ്മളൊക്കെ നിസ്കരിക്കുമ്പോഴേ ചെറിയ കുട്ടികളെ 2 കുട്ടികളുടെ ഇടയിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടാകും. കുറച്ച് വലിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയും, ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു അങ്ങനെ. അപ്പോഴാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടി എന്നോട് ചോദിക്കണം, യബ്നഅം, അല്ല അമ്മാവ, എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, നിങ്ങൾ മക്കക്കാരനല്ലേ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മക്കക്കാരനാണ്. നിങ്ങൾ അബൂജഹലിനെ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. ആ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ കൂട്ടത്തിൽ ആരാണ് അബൂജഹൽ എന്ന് എനിക്കൊന്ന് കാണിച്ചു തരൂ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെടുക, 13-14 വയസ്സുള്ള കുട്ടിയാണ്. അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾ ചോദിക്കാനുള്ള കാരണം എന്താ? അപ്പം ആ കുട്ടി പറയാണ്, ഞാൻ കേട്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് പ്രയാസപ്പെടുത്തിയ ആളാണ് ഈ അബൂജഹൽ എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ അബൂജഹലിനെ ഇല്ലാതാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. തൊട്ടപ്പുറത്തുള്ള ആളും ഇതേ വാക്കുകൾ പറഞ്ഞു. യുദ്ധം തുടങ്ങി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് തൻ്റെ കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായി അഹങ്കാരത്തോടു കൂടി അബൂജഹൽ ഇങ്ങനെ നടക്കുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കണ്ടു. എന്നിട്ട് ഈ കാഴ്ച കണ്ടതും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കുട്ടികളോട് പറഞ്ഞു, ഉദാ മക്കളെ, നിങ്ങൾ ആരെയാണോ പ്രതീക്ഷിച്ചത് അതാ ആ പോകുന്ന ആളാണത്. നിങ്ങൾ ചോദിച്ചില്ലേ അബൂജഹലിനെ, അയാളാണത്. ഇത് പറഞ്ഞു തീർന്നതും ഈ 2 കുട്ടികളും ഒരു പക്ഷിയെപ്പോലെ പറന്നിറങ്ങിയത്. ഇതിൽ 2-ൽ ആദ്യം ആരാണ് അബൂജഹലിനെ വെട്ടിയത് എനിക്കറിയില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയും. എന്നിട്ടാണ് അവർ ആ വാളുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വരുന്നത്, അബൂജഹലിൻ്റെ രക്തം പുരണ്ടിട്ടുള്ള വാളുമായിട്ട്. എന്നിട്ട് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലേ, ഞങ്ങൾ അബൂജഹലിനെ ഇല്ലാതാക്കിയിട്ടുണ്ട്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാള് പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ 2 വാളുകളും അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഒരു യുദ്ധം, ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതൊരു ചരിത്രമാണെങ്കിൽ, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വിജയത്തിൻ്റെ തുടക്കമായിരുന്നെങ്കിൽ, ഓരോ മുസ്ലിമിനും അവൻ്റെ ഇസ്സത്ത് തുടക്കം കുറിക്കാനുള്ള ഒരു യുദ്ധമായിരുന്നെങ്കിൽ, എന്തിനായിരുന്നു ശരിക്കും ബദർ യുദ്ധം? എന്തിനാ ബദർ യുദ്ധം നടന്നത്? എന്തിനാ? അതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ. എന്തിനാ ഇപ്പം ബദർ യുദ്ധം നടന്നത്? അതിർത്തി തർക്കത്തിൻ്റെ പേരില? സാമ്പത്തികമായ വിഷയത്തിൻ്റെ പേരില? ഏതെങ്കിലും ഉപരോധങ്ങളുടെ പേരില? ഒന്നുമല്ല. 2 കൂട്ടരും തമ്മിൽ, 2 ടീമും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. 2 കൂട്ടരും തമ്മിലുള്ള പ്രശ്നം എന്താ അറിയും? മുസ്ലിമായ ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ആളുകൾ പറഞ്ഞത് അല്ലാഹനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അല്ലാഹനോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഇതാണ് ബദരീങ്ങളുടെ വാദം. ഞാൻ പറയുന്നത് നേരെ ശ്രദ്ധിക്കാം. ബദരീങ്ങളുടെ വാദം അതാണ്. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ബദറിൽ ഷഹീദായ ആളുകൾ നല്ലട്ടോ. ബദറിൽ ഷഹീദായ ആളുകൾ എന്നല്ല. ബദറിൽ ഷഹീദായവർ 14 പേരേ ഉള്ളൂ മുസ്ലിമുകളുടെ കൂട്ടത്തിൽ. ശത്രുക്കളുടെ കൂട്ടത്തിലാവട്ടെ 70 ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഷഹീദായ 14 ആളുകൾക്ക് പറയുന്ന പേരല്ല, ബദറിൽ പങ്കെടുത്തവർക്ക് പറയുന്ന പേര്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം, അബൂബക്കർ അടക്കം, ഉമർ അടക്കം പല പ്രഗത്ഭരായ സ്വഹാബിമാരും ഉൾക്കൊള്ളുന്നതാണ് ബദരീങ്ങൾ. ഇനി അതും മാത്രമല്ല, ചില ആളുകൾ ബദറിൽ പങ്കെടുത്തിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ബദരീങ്ങളുടെ സ്ഥാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ട്. കാരണം അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇറങ്ങണ്ട. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ റുഖിയ റളിയല്ലാഹു അൻഹ രോഗിയായിരുന്നു. അവരുടെ ചികിത്സയും മറ്റുമൊക്കെ ആയിട്ട് നിങ്ങൾ ഇവിടെ നിന്നോളി എന്ന് പറഞ്ഞു. അങ്ങനെ ചില സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വരണ്ട. അവർക്കും ബദരീങ്ങളുടെ സ്ഥാനമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ബദരീങ്ങളുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. എന്നാൽ മക്കയിലെ മുശ്രിക്കുകളുടെ വാദം അല്ലാഹനെയും വിളിക്കാം, മറ്റുള്ളവരെയും വിളിക്കാം. ഇത് ഞാൻ വെറുതെ പറയണല്ല കേട്ടോ. അല്ലാഹനെയും വിളിക്കാം, മറ്റുള്ളവരെയും വിളിക്കാം. അപ്പോൾ ബദറിൻ്റെ തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായിട്ട് പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണെങ്കിൽ, മക്കയിൽ നിന്ന് വരുന്ന സമയത്ത് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി കഅബയുടെ കില്ല പിടിച്ചുകൊണ്ടൊരു പ്രാർത്ഥന. ഇത് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. അബൂജഹൽ പ്രാർത്ഥിച്ചത് ആരോടാണെന്നറിയോ? അല്ലാഹുമ്മൻസുർ അലൽ ജുൻദൈൻ വഅക്തറൽ ഫിഅതൈൻ. അബൂജഹൽ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ, ഈ 2 സൈന്യത്തിൽ ഏറ്റവും ഉന്നതമായതിനെ നീ വിജയിപ്പിക്കണം, എണ്ണ കൂടുതലുള്ളതിനെ നീ വിജയിപ്പിക്കണം. സത്യത്തിൽ എണ്ണ കൂടുതൽ നേർക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ അവർ 1000 പക്ഷേ മുസ്ലിമീങ്ങൾക്ക് 300 ആളുകൾ മാത്രമല്ല. അല്ലാഹുവിൻ്റെ സഹായം എന്നോണം വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങൾ ഏറ്റവും ദുർബലരായിരിക്കെ അല്ലാഹ് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എങ്ങനെ? മലക്കുകൾ ഇറക്കി. ഹദീസുകളിൽ കാണാൻ പറ്റും. സ്വഹാബിമാർ പറയാണ്, ഞങ്ങളിങ്ങനെ ഏതെങ്കിലും ഒരു ശത്രുവിനെ അങ്ങനെ മുന്നിൽ നിന്നിട്ട് വെട്ടാൻ വേണ്ടി നിൽക്കുകയായിരിക്കും യുദ്ധം ചെയ്യുമ്പോഴേ. അപ്പോഴാണ് ആ ശത്രു അങ്ങനെ വീടുണ്ടാവും. വെട്ടിയിട്ടുണ്ടാവില്ല. ഞങ്ങൾ നോക്കുമ്പോൾ ഒരു വെളുത്ത നിറം ഞങ്ങളിങ്ങനെ കാണുന്നുണ്ട്, ഒരു വെളുത്ത വസ്ത്രം ഞങ്ങളിങ്ങനെ കാണുന്നുണ്ട്. സ്വഹാബിമാർക്ക് സഹായം വന്നതാണ്. അവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം. എന്നാൽ അബൂജഹലും കൂട്ടരും പറഞ്ഞതോ അല്ലാഹനെയും വിളിക്കുക, മറ്റുള്ളവരെയും വിളിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കേട്ടോ. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉപ്പാൻ്റെ പേരെന്താ? നബിൻ്റെ ഉപ്പാൻ്റെ പേരെന്താ? ആർക്കും ഉറക്കം വരുന്നുണ്ടോ? ഉണ്ട്. ആർക്കും ഒരാൾക്കുണ്ട്. നിങ്ങളൊന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കി കാണി. നോക്കിയൊക്കെ ചിലപ്പോൾ കണ്ണിങ്ങനെ പോയിക്കുക. കാരണം ഉണ്ടോ? ഇല്ലല്ലോ, ഉറപ്പല്ലേ? എന്നാ പറ. അബ്ദുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ജനിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സായി പിന്നെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പാക്ക് പേരിട്ടെ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പ്രാർത്ഥിച്ചത് അള്ളാഹിനോട് മാത്രം. അവർക്ക് അള്ളാഹിൽ വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ മക്കയിലെ മുശ്രിക്കുകളോ അവർ അള്ളാഹിനോടും പ്രാർത്ഥിച്ചു, അല്ലാത്തവരോടും പ്രാർത്ഥിച്ചു. അത് ഞാൻ എൻ്റെ വക പറഞ്ഞതല്ല. അതിൻ്റെ തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. അബ്ദുള്ള എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിൻ്റെ അടിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പേ നബിൻ്റെ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട് അല്ലേ? നബി ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലായിരിക്കെ വാപ്പ മരിച്ചിട്ടുണ്ട്. അപ്പോൾ വാപ്പയായ അബ്ദുള്ളക്ക് പിന്നെ ആ പേരിട്ടതാരാ? നബിയാണോ അള്ളാഹിൻ്റെ അടിമാന്ന് പേരിടുക? അല്ല, നബിൻ്റെ വല്ലിപ്പട്ടതാണ്. അപ്പം നബിൻ്റെ വല്ലിപ്പാക്ക് അള്ളാഹിനെ അറിയാമായിരുന്നു എന്നല്ലേ അപ്പം അതിൻ്റെ അർത്ഥം അല്ലേ? ഇനി അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടി പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പ് നടന്നൊരു സംഭവമാണ് ആനക്കലഹ സംഭവം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആനക്കലഹ സംഭവം എന്താണ്? അബ്രഹത്ത് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഒരു പറ്റം ആനകളുമായിട്ട് വന്നിട്ട് വലിയൊരു സൈന്യം 60,000-ഓളം വരുന്ന സൈന്യവുമായിട്ട് എന്ത് ചെയ്യാണ്? കഅബ പൊളിക്കാൻ വേണ്ടി വന്നു. ആ സമയത്ത് വരുന്ന ഭാഗത്ത് വെച്ചുകൊണ്ട് തന്നെ ഇവർ പലതും കൊള്ളയടിച്ച കൂട്ടത്തിൽ നബിയുടെ വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബിൻ്റെ 80ഓളം ഒട്ടകങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ 80 ഒട്ടകങ്ങളുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് അബ്ദുൽ മുത്തലിബ് ചെല്ലുന്നുണ്ട്. അബ്ദുൽ മുത്തലിബിനെ കണ്ടതും ഈ അബ്രത്ത് എഴുന്നേറ്റ് നിന്നു. കാരണം അബ്ദുൽ മുത്തലിബ് നല്ല വെളുത്ത താടിയൊക്കെ ഉണ്ടായിരുന്ന, കാണാൻ നല്ല സൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പം നല്ലൊരു ഗാംഭീര്യമുണ്ട്. പ്രത്യേകിച്ച് അന്നത്തെ മക്കയുടെ നേതാവ് കൂടിയാണ് അബ്ദുൽ മുത്തലിബ്. മക്കയുടെ നേതാവാണ് അബ്ദുൽ മുത്തലിബ്. നേരെ വരികയാണ് അബ്രഹത്തിൻ്റെ അടുത്തേക്ക് വന്നതും അബ്രഹത്ത് എഴുന്നേറ്റ് പോയി സ്വീകരിച്ചു. അബ്രഹത്ത് വിചാരിക്കണത് കഅബിൻ്റെ കാര്യങ്ങൾ വല്ലതും സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നതെന്ന്. ഉടനെ അബ്ദുൽ മുത്തലിബ് പറയണത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ വന്നത് എന്തിനാണെന്നറിയോ? എൻ്റെ കുറച്ച് ഒട്ടകങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പിടിച്ചു വെച്ചിട്ടുണ്ട്, അതിന് എനിക്ക് തരാമെന്നാണ്. അത് പറയാൻ വേണ്ടിയിട്ട് വന്നത്. ഉടനെ അബ്രഹത്ത് പറയുന്നൊരു വാചകമുണ്ട്, കഅബിൻ്റെ കാര്യത്തിൽ സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ സ്വീകരിച്ചിരുത്തിയത്. നിങ്ങൾ അങ്ങനെ വന്നു എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ നിങ്ങളുടെ ഒട്ടകത്തിൻ്റെ കാര്യം മാത്രമാണ് പറയണത്. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് പറയുന്നൊരു വാചകമുണ്ട്, അന റബ്ബുൽ ഇബിൽ. നിങ്ങളെ പിടിച്ചു വെച്ച ആ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണ്. എന്നാൽ ആ ഒരു കഅബക്കൊരു റബ്ബുണ്ട്, ആ റബ്ബ് അത് സംരക്ഷിച്ചു. ഒട്ടകത്തിൻ്റെ കാര്യം മാത്രം ഞാൻ നോക്കേണ്ടത്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞ ആ ഒരു റബ്ബാര, അതാണ്. മനസ്സിലാവുണ്ടോ? അതാണല്ല. അപ്പോൾ അവിടെ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അബൂജഹൽ എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയണമെന്നല്ല, അബൂജഹൽ മുസ്ലിമാണെന്നല്ല, അബൂജഹൽ കാഫിർ തന്നെയാണ്, മുശ്രിക്ക് തന്നെയാണ്, സംശയമല്ല. മുശ്രിക്ക് തന്നെയാണ്, സംശയമല്ല. പക്ഷെ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ എന്താ പ്രശ്നം? ഒരു വിഭാഗം പറഞ്ഞു അള്ളാഹിനെ മാത്രം ആരാധിക്കണമെന്ന്, മറ്റേ വിഭാഗം പറഞ്ഞു അള്ളാഹിനെ ആരാധിക്കുക, മറ്റുള്ളവരെ ആരാധിക്കുക. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ ഈ കാര്യങ്ങൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ മുശ്രിക്കുകൾ ഇപ്പോൾ അവരെന്തുകൊണ്ട് അങ്ങനെയായത്? അവർ പറയുന്ന ന്യായമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂൽ ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ അബലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അല്ലെങ്കിൽ സത്യനിഷേധികളായ ആളുകൾ, അങ്ങനെ തന്നെ അങ്ങനെ പറയാം, അവരോട് പറഞ്ഞു ഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ തആലൂ ഇങ്ങോട്ട് വരും, ഇലാ മാ അൻസലല്ലാഹ്, അല്ലാഹ് ഇറക്കിയതിലേക്ക്, അല്ലാഹ് ഇറക്കിയത് എന്ന് പറഞ്ഞാൽ ഖുർആനിലേക്ക് ഇങ്ങോട്ട് വരും, വ ഇല റസൂൽ, റസൂലിലേക്ക് വരും, അഥവാ സുന്നത്തിലേക്ക് വരും, ഖുർആനും സുന്നത്തും അനുസരിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ അവരെന്താ പറയാന്നറിയോ? ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ. ഞങ്ങൾക്ക് ഞങ്ങളെ വാപ്പാൻ്റെ വാപ്പയൊക്കെ ചെയ്തെന്താ അത് മതി, ഖുർആനൊക്കെ അവിടെ കട്ടെ, ആയത്തൊക്കെ അവിടെ കട്ടെ, അതീതൊക്കെ ഉണ്ടാകും, പക്ഷെ എൻ്റെ വാപ്പ ചെയ്തത് ഇങ്ങനെയാണ്, എൻ്റെ വല്ലിപ്പനെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. പ്രിയപ്പെട്ടവർ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കണം, ഇത് ഞാൻ എൻ്റെ വാക്കല്ല കേട്ടോ, നിങ്ങളിത് ഖുർആൻ എടുത്തിട്ട് പരിശോധിക്കുക, ഞാൻ പറഞ്ഞ പോലെ തന്നെയാണോ അർത്ഥം, അല്ല ഞാൻ കൂട്ടി മാറ്റിയിട്ടുണ്ടോ, എനിക്കനുസരിച്ച് കൊണ്ട് ഞാൻ വാക്ക് മാറ്റിയിട്ടുണ്ടോ, ഒക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. സത്യനിഷേധികളായ ആളുകളുടെ സ്വഭാവമാണ് ഈ പറയുന്നത്. നമ്മളങ്ങനെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലും ഇതേ ഒരു പ്രശ്നം കാണാൻ പറ്റും.
അവിടെയാണ് നമ്മളിങ്ങനെ ബദറിൻ്റെ ചരിത്രം പറയുമ്പോൾ മുസ്ലിമീങ്ങൾ വിജയിക്കാനുള്ള കാരണം, ഒന്നാമത്തെ കാരണം എന്താണെന്നറിയോ? അവർ പ്രാർത്ഥിച്ചത് അള്ളാഹിനോടായിരുന്നു. അതുകൊണ്ടാണ് വിജയിച്ചത്. അള്ളാഹിനോട് മാത്രമായിരുന്നു, അങ്ങനെ പറയണം. കാരണം അബൂജഹലും പ്രാർത്ഥിച്ചത് അള്ളാഹിനോട് തന്നെയാണ്. പക്ഷേ മുസ്ലിമീങ്ങൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചു, അവിടെ വിജയം ഉണ്ടാവും. അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് മാത്രം പോകുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം, വിജയിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? അവർക്ക് ദീനിനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഈ ദീനിനോട് അവർക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് 70ഓളം ശത്രുക്കളെ പിടിച്ചു. ഇവരെ എന്ത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്ത്? ഓരെ നമുക്ക് എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് തിരിച്ചുവിടാം, ഒരു സമ്പത്ത് എന്തെങ്കിലും വാങ്ങിയിട്ട് ഓരെ തിരിച്ചുവിടാം. ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ആ 70 ആളെയും കൊല്ലണം. 70 ആളെയും കൊല്ലണം എന്ന് മാത്രമല്ല, കൊല്ലേണ്ടത് ആരാന്നറിയോ? സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ. എൻ്റെ കുടുംബത്തിൽ ഒരാളുണ്ടെങ്കിൽ ഞാൻ തന്നെ കൊല്ലണം. വല്ലാത്തൊരു മനസ്സിനെ കേട്ടോ, അല്ലേ? എന്നാൽ കേട്ടോളിയും, ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ ചെയ്തത്. സ്വന്തം അമ്മാവൻ്റെ തലയറുത്തു ബദർ യുദ്ധത്തിൽ. അവർക്ക് ദീനിനോടാണ് ഇഷ്ടമുണ്ടായിരുന്നത്. ചരിത്രത്തിൽ കാണാൻ പറ്റും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ ബദർ യുദ്ധത്തിൽ മുശ്രിക്കുകളുടെ കൂടെ ഉണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൻ മുശ്രിക്കുകളോടൊപ്പം, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇപ്പുറത്ത് മുസ്ലിങ്ങളോടൊപ്പം. കുറേ കാലം കഴിഞ്ഞ് ഈ അബ്ദുറഹ്മാൻ മുസ്ലിം ആകുന്നുണ്ട്. ആ സമയത്ത് അബ്ദുറഹ്മാൻ പറയാണ്, ഞാൻ അന്ന് ബദർ യുദ്ധം നടക്കുമ്പോൾ ഞാൻ എൻ്റെ വാപ്പാനെ കാണരുതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മാറി മാറി നടക്കായിരുന്നു. പാനോടൊക്കെ യുദ്ധം ചെയ്യാറ് മോശമല്ലേ? ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയണ മറുപടി എന്താ അറിയോ? ഞാൻ നിന്നെ തെരഞ്ഞെടുക്കിയിരുന്നു, എന്നെ കണ്ടില്ല, കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ തല എടുത്തിട്ടുണ്ടാവില്ല. കാരണം ദീനിനോടാണ് ഇഷ്ടം, വാപ്പനോടല്ല, ഉമ്മനോടല്ല, അള്ളാഹിനോട്, റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനപ്പുറത്തേക്ക് ആരുമില്ല പ്രിയപ്പെട്ടവരെ. നമ്മളെ സൃഷ്ടിച്ചതാണ് നമ്മളെ റബ്ബല്ലേ. ആ റബ്ബ് പറഞ്ഞതേ നമ്മൾ അനുസരിക്കേണ്ടതുള്ളൂ, ആ റബ്ബ് പറഞ്ഞതേ നമ്മൾ കേൾക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് ആരെന്ത് പറഞ്ഞാലും അതെനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ റബ്ബ് മതി. എൻ്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ എൻ്റെ റബ്ബ് ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ വേറെന്തിന് വേറൊരാളുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ വേറൊരാളുടെ അടുത്തേക്ക് എൻ്റെ കൈകൾ നീട്ടണം? ആവശ്യമില്ലല്ലോ. നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് പറയാത്തൊരു മുസ്ലിം ഉണ്ടാവില്ല, എല്ലാവരും പറയാം അള്ളാഹ്. എങ്കിൽ നമ്മളെ സംവിധാനിക്കുന്നതും നമ്മുടെ എന്തു കാര്യവും നമ്മൾ മനസ്സിൽ വിചാരിക്കണവരെ അള്ളാഹ്ക്ക് അറിയില്ല, ഇല്ലേ? നമ്മുടെ മനസ്സിൽ കരുതുന്നത് വരെ, നമ്മുടെ മനസ്സിൻ്റെ തേട്ടമായ പ്രാർത്ഥന വരെ അള്ളാഹ്ക്ക് അറിയും. എങ്കിൽ ആ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അജ്മീർ പോകേണ്ട ആവശ്യമുണ്ടോ? ആ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മമ്പറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ആ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ കസേരയിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചാലും അള്ളാഹ് സ്വീകരിക്കും. നമ്മൾ നിസ്കരിക്കുമ്പോൾ ശരിക്കും ആരോടെ പ്രാർത്ഥിക്കണം? അള്ളാഹിനോടല്ലേ? അല്ലേ? ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ കോളേജ് കഴിഞ്ഞ് ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് നിൽക്കുന്നു. അപ്പോൾ ആ സമയത്ത് പലപ്പോഴും ക്ലാസ്സുകൾ എടുക്കും സുബഹിന് ശേഷം. അപ്പോൾ അതിങ്ങനെ പുറത്തിടാറുണ്ട്, പുറത്ത് എല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ. ഇപ്പോൾ ഒരാളിതിങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കും, നമ്മളുമായി നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒരു തവണ തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസ് എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു എന്നോട്, നിസ്കാരം കഴിഞ്ഞ് ഞാൻ പുറത്തിങ്ങനെ ഇറങ്ങിയപ്പോൾ ക്ലാസ്സൊക്കെ ഉഷാറായിക്കണം, പക്ഷെ നമ്മൾ അംഗീകരിക്കൂല കേട്ടോ പറഞ്ഞു. എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങളെന്താ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്? നമ്മളെ കുറേ പ്രശ്നങ്ങൾ നമ്മളെന്ത് ചെയ്യണം? ഇന്ന ആൾക്കാരോട് പറയണം, അവർ മുഖേന നമ്മൾ അള്ളാഹുവിലേക്ക് എത്തുക. നമ്മൾ നേരിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഒരു പക്ഷേ നമ്മളൊക്കെ ചെറിയ പ്രായം തൊട്ടേ കേട്ടിട്ടുള്ളൊരു വിഷയമായിരിക്കും. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല കേട്ടോ പറയണത്, നമ്മളൊക്കെ അങ്ങനെ കേട്ടും പഠിച്ചതൊക്കെ വരാം. ഞാനിപ്പോൾ ആ സമയത്ത് ആ സുഹൃത്തിനോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. നിങ്ങളെല്ലാവരും കേൾക്കണില്ലേ? എല്ലാവരും ശ്രദ്ധിക്കണില്ലേ? നിങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. മൂപ്പര് ആ നിസ്കരിച്ചു. നിങ്ങൾ നിസ്കാരത്തിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞോ? ആ പറഞ്ഞു. ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ നടത്തണേന്നല്ലേ? ആരോടാ പ്രാർത്ഥിച്ച്? അള്ളാഹിനോട്. അപ്പം നിങ്ങളല്ലേ പറഞ്ഞു നേരിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ കേൾക്കൂലെന്ന്? ആ നിസ്കാരത്തിൽ നേരിട്ടല്ലേ പ്രാർത്ഥിക്കണത്, അല്ലേ? നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം ആരോടാ പ്രാർത്ഥിക്കണേ? അള്ളാഹിനോടാ. അത് കഴിഞ്ഞ് കൈകൾ ഉയർത്തിയോ അല്ലാതെയോ ഒക്കെ പ്രാർത്ഥിക്കുന്നവരില്ലേ, ആരോടാ പ്രാർത്ഥിക്കണത്? അള്ളാഹിനോടാണ്. എന്നിട്ട് നമ്മൾ പറയണത് എന്താ? നമ്മൾ നേരിട്ട് പ്രാർത്ഥിച്ചാൽ അത് കേൾക്കൂല.
നമ്മളാ പറയുന്നതിൽ തന്നെ എന്തോ ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ. നമ്മൾ നിസ്കരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണെങ്കിൽ, നിസ്കാരം കഴിഞ്ഞാലും പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണെങ്കിൽ, ജീവിതത്തിലെ ഏത് സമയത്തും പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. വേറെ ഒരാളും നമ്മളെ ഒരു കാര്യം ഇടപെടാനില്ല. ഇനി നോക്ക്, ഈ ബദരീങ്ങളോളം വലിയ സ്ഥാനം വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ബദരീങ്ങളോളം വലിയ സ്ഥാനമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ബദരീങ്ങളിൽ ഏറ്റവും ഉന്നതനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ബദരീങ്ങളോട് പ്രാർത്ഥിക്കും. ചില ആളുകൾ സഹായം തേടും. എങ്ങനെ? ഞങ്ങളുടെ ഇന്ന മുസീബത്തുകളൊക്കെ ബദരീങ്ങളുടെ തുണ കൊണ്ട് മാറ്റിത്തരണേ, വറക്കത്തിനാൽ തുണ റബ്ബന. കേട്ടിട്ടില്ലേ അത്തരത്തിലുള്ള പദങ്ങൾ പറയണം? ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല പറയണത്. എങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, അങ്ങനെ ഓരോരുത്തരുടെ ചരിത്രം പറഞ്ഞത്, ഈ ചരിത്രങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾ പരിശോധിക്കാം. അതിലൊന്നാമത്തെ ആൾ ബദരീങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ, അല്ലേ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല ലാവിശായ ജീവിതമായിരുന്നു ഉണ്ടായിരുന്നേ? ആണോ? അല്ല, ദാരിദ്ര്യത്തിലായിരുന്നു, പ്രയാസത്തിലായിരുന്നു. മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, 3 ദിവസം തുടർച്ചയായിട്ടൊക്കെ ഭക്ഷണമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ചെറിയൊരു പ്രയാസം വരുമ്പോഴേക്ക് പടച്ച ബദരീങ്ങളെ നമ്മളെ പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരണേ, നമ്മളെ പ്രശ്നം മാറ്റിത്തരണേ. നബി ബദരീങ്ങൾ പെട്ട ആളെ. നബി അങ്ങനെ ഇപ്പോൾ വന്നിക്കാണ്, എൻ്റെ പ്രശ്നം തന്നെ എനിക്ക് മാറ്റാൻ പറ്റില്ല, എന്നിട്ട് എൻ്റെ പ്രശ്നം മാറ്റിത്തരും, അല്ലേ? നീ ബദരീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഞാൻ നേരത്തെ പറഞ്ഞു, സ്വന്തം അമ്മാവൻ്റെ തലയർത്തള ബദർ യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെട്ട ആളാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബഹ് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നിന്നപ്പോൾ പള്ളിയുടെ മീറാബിന്റെ ഭാഗത്ത് ഒളിഞ്ഞു നിന്ന അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വയറിലേക്ക് കുത്തുകയാണ്. തടുക്കാൻ നിന്ന 7ഓളം സഹാബിമാരെയും കൊണ്ടു. ആ ഒരു കുത്ത് കാരണത്താലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായത് അപകടം പറ്റിയതാ. അലി റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ ആദ്യം ഇറങ്ങിയാളാ, അല്ലേ? അലി റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ കുത്തേറ്റുകൊണ്ടാണ് മരിക്കണത്. സുബഹ് നമസ്കാരത്തിന്റെ സമയത്ത് തന്നെ പള്ളിയിലേക്ക് വരുമ്പോഴാണ് അബ്ദുറഹ്മാൻ ബിൻ മുൽജിം എന്ന് പറയുന്ന മനുഷ്യൻ അലി റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുന്നത്. ബദരീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ്, അല്ലേ? ഉഹുദ് യുദ്ധത്തിലാണ് ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്. ഇവരൊക്കെ ഷഹീദന്മാരായി മരണപ്പെട്ടതാണെങ്കിൽ നമ്മൾ പറയണത് എന്താ? എൻ്റെ പ്രയാസമൊക്കെ മാറ്റിത്തരണേ ബദരീങ്ങളെന്ന്. ഓരെന്നെ ആകെ ഷഹീദായിട്ടുള്ള ആൾക്കാരാ. എന്നിട്ട് ഓരോ അടുത്തെന്നാണ് നമ്മളെന്തെങ്കിലും പ്രയാസങ്ങൾ നമ്മൾ മാറ്റിത്തരാൻ വേണ്ടി പറയണത്. രോഗം മാറ്റിത്തരാൻ വേണ്ടി ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, രോഗം മാറ്റിത്തരാൻ വേണ്ടിയിട്ട്. എന്നാൽ കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് പനി പിടിച്ച് രോഗിയായിരുന്നു, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായ ഒരു അംവാസ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ഒരു പകർച്ചവ്യാധി ഉണ്ടായിരുന്നു. 25,000-ഓളം ആളുകളാണ് ആ ഒരു പകർച്ചവ്യാധിയിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കൊറോണ പോലത്തെ ഒന്ന് ഉണ്ടായിട്ട് ആളുകൾ മരിച്ചത്. 25,000 ആളുകൾ. അതിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. ആ ബദരീങ്ങളോടാണ് നമ്മൾ ജലദോഷം വരുമ്പോൾ മാറ്റിത്തരണേന്ന് പറയുന്നത്, പനി വരുമ്പോൾ മാറ്റിത്തരണേന്ന് പറയണത്. അവർക്ക് അതിലേറെ വലിയ പ്രയാസങ്ങൾ ഉണ്ടായ ആൾക്കാരാണ്, അല്ലേ? കടം കൊണ്ട് വലയുന്ന സമയത്ത് കടങ്ങൾ മാറാൻ വേണ്ടി ബദരീങ്ങളോട് തേടുന്നവർ. സുബൈർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നതിന് മുമ്പ് ലക്ഷങ്ങൾ കടക്കാരനായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ അതാണ് അത് വീട്ടുന്നത്. ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇങ്ങനെ എത്ര ചരിത്രങ്ങൾ. നമ്മുടെ ദുനിയാവിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ബദരീങ്ങളോട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ബദരീങ്ങൾ അതിനല്ല. ബദരീങ്ങൾ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരാണ്, സംശയമല്ല, ഒരു സംശയമല്ല. ബദരീങ്ങൾ ഏറ്റവും ഉന്നതരാണ്. പക്ഷേ ആ ബദരീങ്ങൾ ഏതൊരു യുദ്ധം നിർവഹിച്ചോ അതിലെന്തായിരുന്നോ ലക്ഷ്യം, ആ ലക്ഷ്യം നമുക്ക് ഉണ്ടാവാൻ പറ്റും. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. അവരല്ലാഹുവോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യുക, എന്നിട്ട് നമ്മൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അതല്ലേ വിരോധാഭാസം? അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബദരീങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു ദീനുണ്ട്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയൊരു ദീനുണ്ട്. ആ ദീനനുസരിച്ച് കൊണ്ടായിരിക്കണം നമ്മുടെ മുന്നോട്ട് പോക്ക്. മൂന്നാമത്തൊരു കാര്യം, ഈ ഒരു ബദർ നമുക്ക് നൽകുന്ന വലിയ ഒരു ചരിത്ര പാഠം എന്താണെന്നറിയോ? വിശ്വാസികൾ തമ്മിൽ വല്ലാത്തൊരു അടുപ്പുണ്ടാകുക എന്നുള്ളത്. വല്ലാത്തൊരു അടുപ്പം.
എപ്പോഴും വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മനസ്സോടുകൂടിയാണ് ജീവിക്കട്ടെ. ഞാനതിലൊരു ചരിത്രം കൂടി പറഞ്ഞുതരാം. ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ അന്നേ ദിവസം രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ നിങ്ങൾക്കൊരു ടെൻ്റ് ഉണ്ടാക്കി തരാം, നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി, നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാവലായിട്ട് കുറച്ച് ആൾക്കാരെ നിർത്തിത്തരാം. ഞങ്ങൾ യുദ്ധം ചെയ്യാം, നിങ്ങൾ ഇറങ്ങി യുദ്ധം ചെയ്യണ്ട. എന്നിട്ട് ബാക്കി അദ്ദേഹം പറയുന്നൊരു വാചകം കൂടിയുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, നമ്മുടെ യുദ്ധത്തിൽ വിജയിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൊണ്ട് മദീനത്തേക്ക് പോകാം. അതല്ല, ഈ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെടുകയും ഞങ്ങൾ കൊല ചെയ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മദീനത്തേക്ക് ഈ ബാക്കിയുള്ള സ്വഹാബത്തുമായിട്ട് പോകണം. എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം മദീനത്തുണ്ട്. സുബ്ഹാനല്ലാഹ്, എങ്ങനെ അത് പറയാൻ കഴിയും? നമ്മളാണെങ്കിൽ എന്താ പറയുക, നബി ഞങ്ങൾ തന്നെ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇറങ്ങാൻ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അവിടെ ബാക്കിയുള്ളവരൊന്നും ഒന്നും ഇറങ്ങിയിട്ടില്ല, മറ്റും വന്നിട്ടില്ലല്ലോ, ഇവൻ വന്നിട്ടില്ലല്ലോ, അതാ നമ്മൾ പറയാം. പക്ഷേ സഅദ് റളിയല്ലാഹു അൻഹു, വിശ്വാസികൾ തമ്മിലുള്ള ഒരു വലിയ ബന്ധമാണത്. നല്ലത് ചിന്തിക്കുക എന്നുള്ളത്, തൻ്റെ സഹോദരനെ കുറിച്ച് നല്ലത് ചിന്തിക്കുക. ഓൻ ഒരു ദിവസം നിസ്കരിക്കാൻ വന്നില്ലേ, എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാകും. അവൻ്റെ ഈമാൻ നമ്മൾ അളക്കണ്ട. അവൻ തറാവീനെ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഉടനെ നമ്മൾ മെസ്സേജ് അയക്കണ്ട. ഇനി 2 ദിവസം കണ്ടില്ലേ, നമുക്ക് ചോദിക്കാം, വല്ല അസുഖമുണ്ടോ, എന്തെങ്കിലും പ്രയാസമുണ്ടോ, അത് ചോദിക്കണം. അതാണ് വിശ്വാസി. അല്ലാതെ അവൻ്റെ ഈമാൻ അളക്കാനും അവൻ്റെ ആരാധനാ കാര്യങ്ങൾ നോക്കാനും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ഇതിങ്ങനെ കുറച്ചൊക്കെ ഒരു ദീനങ്ങോട്ട് കയറുമ്പോഴേക്ക് നമ്മൾ ദീനില്ലാത്ത ആളുകളാണ് ബാക്കിയുള്ളവരെന്നൊക്കെ ഒരു ചിന്താഗതി അത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അവിടെയാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വാചകം നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പഠിപ്പിക്കുന്നത് എന്താ? മറ്റുള്ളവരും ഞങ്ങളെക്കാൾ കൂടുതൽ പ്രവാചകരെ നിങ്ങൾ സ്നേഹിക്കുന്നവരാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായി അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ബദരീങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അതനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ ഇതുമായി ചേർത്ത് വെച്ചുകൊണ്ട് പറയാനുണ്ട്, ഇതിൽ നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ. പക്ഷേ നമ്മുടെ സമയം പരിമിതമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ ഒരു സൽക്രമമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. എപ്പോഴും ബദരീങ്ങളുടെ ചരിത്രം അറിയാനും അതോടൊപ്പം തന്നെ ബദരീങ്ങൾ ഏതൊരു റബ്ബിനോട് പ്രാർത്ഥിച്ചോ അതേ റബ്ബിൽ വിശ്വസിച്ചുകൊണ്ട് ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആ ബദരീങ്ങളുടെ ദീന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.